സുരേഷ് ഗോപി ബിജെപിയിലേക്കെന്ന് ഉള്ള അഭ്യൂഹം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ പത്രത്തിന് സുരേഷ് ഗോപിയുടെ അഭിമുഖം വന്നിരിക്കുന്നു. സുരേഷ് ഗോപി ബിജെപിയിലേക്ക് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നതാണ് അഭിമുഖത്തിലെ ഉള്ളടക്കം. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാജ്യസഭാ മെമ്പറാക്കാനും കേന്ദ്രമന്ത്രിയാക്കാനും ക്ഷണിച്ചിരുന്നതായി സൂചിപ്പിച്ചിരുന്നതായുള്ള കാര്യം സുരേഷ് ഗോപി ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. തൻ്റെ കോലം കത്തിച്ചവരാണ് താൻ ബിജെപിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മംഗളം ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന് വ്യക്തമാക്കിയാണ് സുരേഷ് ഗോപി ബിജെപി മോഹം തുറന്നു പ്രകടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രിയാക്കാമെന്ന തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. രാജ്യസഭാ അംഗമാക്കിയതിനു ശേഷം മന്ത്രിയാക്കാമെന്നായിരുന്നു വാഗ്ദാനം. കേരളത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മോഡിയുടെ കൂടെ നിൽക്കണം. അതിൽ സ്വാർത്ഥതയില്ല. അധികാരമുള്ളപ്പോൾ ചെയ്യുന്ന സേവനവും അധികാരമില്ലാത്തപ്പോൾ ചെയ്യുന്ന സേവനവും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ കോലം കത്തിച്ചവരാണ് ബിജെപിയിൽ ചേരാനുള്ള തീരുമാനത്തിനു പിന്നിലെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ച് മനസ്സിൽ തോന്നിയ പരാതി പറഞ്ഞതിനാണ് കോലം കത്തിച്ചത്. ഇത് മാനസികമായി വേദനിപ്പിച്ചു. കടുത്ത തീരുമാനം എടുക്കണമെന്ന് പിന്നീട് തീരുമാനിച്ചെങ്കിലും ഒന്നും നടന്നില്ല. വരും നാളുകളിൽ ആ കടുത്ത തീരുമാനമെടുക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അഭിമുഖത്തിലുടനീളം നരേന്ദ്രമോദിയുടെ ഭരണത്തെ സുരേഷ് ഗോപി പ്രകീർത്തിക്കുന്നുമുണ്ട്. ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹം ഏറെക്കാലമായി നിലനിന്നിരുന്നെങ്കിലും സുരേഷ് ഗോപി ഇക്കാര്യം തുറന്നു പറയുന്നത് ഇതാദ്യമായാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബിജെപി വക്താവ് വി രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ ഡീൻ കുര്യാക്കോസ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മംഗളം CEO ശ്രീ R അജിത് കുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ അജിത് കുമാറിലേക്ക്. ശ്രീ അജിത് കുമാർ, വെളിപ്പെടുത്തലുകൾക്ക് ശേഷം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വലിയ കഷ്ടപ്പാടുകൾ നടക്കുന്ന കാലഘട്ടമാണ് ഇത്. താങ്കളുടെ പത്രത്തിലാണ് സുരേഷ് ഗോപിയുടെ ഈ അഭിമുഖം വന്നത്. എത്രമാത്രം ഇതിന് ആധികാരികതയുണ്ട്? സുരേഷ് ഗോപിയുടെ അഭിമുഖം മംഗളം ദിനപത്രത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിൽ സീനിയർ പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി, അദ്ദേഹം സിനിമാ മംഗളത്തിൻ്റെ എഡിറ്ററാണ്, പല്ലിശ്ശേരിയാണ് അഭിമുഖം നടത്തിയത്. അത് സത്യസന്ധമാണ്, വസ്തുനിഷ്ഠമാണ്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം തുറന്ന അഭിപ്രായം പറയുന്ന തൻ്റെ ഇടമുള്ള ഒരു അഭിനേതാവാണ്. കാപട്യങ്ങളും ജാടകളും കള്ളത്തരങ്ങളും കുറവുള്ള ഒരു അഭിനേതാവാണ്. മാത്രമല്ല, ജനകീയ പ്രശ്നങ്ങളിലും പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങളിലും അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കെല്ലാം അറിയാം. അദ്ദേഹം സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ആളാണ്. ഒടുവിൽ സ്വദേശാഭിമാനിയുടെ ഗൃഹം തിരുവനന്തപുരം പ്രസ് ക്ലബിന് വാങ്ങിക്കൊടുക്കുന്നത് പോലും അദ്ദേഹമാണ് ചെയ്തത്. അങ്ങനെ പൊതുസമൂഹത്തിൻ്റെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സജീവ ഇടപെടലുകൾ നടത്തുന്ന സുരേഷ് ഗോപിയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഉള്ളിൽ വരുന്നത് തുറന്ന് ജനങ്ങളോട് പറയുന്ന ആളാണ്. അത് പറയേണ്ട അടുത്ത ആൾക്കാരോട് പറയാറുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾ അറിയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് മംഗളം പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും തിരിച്ചെത്താം ശ്രീ അജിത് കുമാർ. ശ്രീ വി രാജേഷ്, ബിജെപിക്ക് കേരളത്തിൽ നിന്ന് ബിജെപി മന്ത്രിസഭയ്ക്ക്, നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക് കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉണ്ടാകാൻ പോകുന്നു. ഇത് ശരിയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ രാജേട്ടന് വേണ്ടിയും മറ്റ് ബിജെപി നേതാക്കൾക്ക് വേണ്ടിയും നിങ്ങൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന വിയർപ്പ് സുരേഷ് ഗോപി ഒരു സിനിമയിൽ എന്ന പോലെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാജിക്ക് കാണിക്കാൻ പോവുകയാണ്. ഇത് ലാൽ ബിജെപിയെ കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ തോന്നുന്നത്. ഒന്ന്, മന്ത്രിയാവാൻ വേണ്ടി ആരും ഈ പാർട്ടിയിൽ വിയർപ്പൊഴുക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊന്ന്, ഈ രാജേട്ടനായാലും അതുപോലെ മറ്റാരായാലും ശരി തന്നെ മന്ത്രിയാകാമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടുള്ളൂ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുമോ എന്നോ കണ്ടുകൊണ്ടല്ല ഈ പ്രവർത്തനം തുടങ്ങിയത്. ഈ പ്രവർത്തനം തുടങ്ങിയ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മന്ത്രിയാവുകയൊക്കെ തന്നെ ഈ ആശയം നടപ്പിലാക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. രാജഗോപാലൊക്കെ ഒരുപാട് പ്രാവശ്യം മന്ത്രിയായിരുന്നിട്ടുണ്ട്, അല്ലാതിരുന്നിട്ടുണ്ട്, ഇനി ആയേക്കാം. അതൊന്നും ഇതുമായിട്ട് ബന്ധമല്ല. ഇതിപ്പോൾ മംഗളം പത്രം നടത്തിയ ഒരു ഇൻ്റർവ്യൂ, ഞാൻ യാതൊരു കാരണവശാലും ആ ഇൻ്റർവ്യൂവിനെയോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളോ യാതൊരു കാരണവശാലും അവിശ്വസിക്കേണ്ട ആവശ്യമില്ല, അവിശ്വസിക്കുന്നുമില്ല. അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു. അതിൽ പറയാത്ത കാര്യങ്ങളാണ് എഴുതിയതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നുള്ള അഭിപ്രായവുമില്ല. അതായത് ബിജെപിയുടെ സംസ്ഥാന നേതാക്കളുടെയോ ബിജെപിയുടെ സംസ്ഥാന സമിതിയുടെയോ തീരുമാനങ്ങൾക്ക് അതീതമായി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരു പ്രാതിനിധ്യം കേരളത്തിന് കൊടുക്കാൻ ശ്രീ മോദി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് കേരളത്തിലെ ബിജെപി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ശ്രീ വി രാജേഷ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്.
പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ അനുമതി ഇല്ലാതെയോ അഭിപ്രായമില്ലാതെയോ ഒന്നും നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് നരേന്ദ്രമോദിജിക്ക് പ്രധാനമന്ത്രിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ RSSൻ്റെ ശാഖയിലൂടെ പ്രവർത്തിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വ്യക്തിയാണ്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് നമ്മുടെ സംഘടനയ്ക്കകത്തുള്ള സിസ്റ്റം എല്ലാം പാലിച്ച് തന്നെയാണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏതൊക്കെ ഘടകങ്ങളിലാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് ഒരു ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാൻ തീരുമാനിച്ചാൽ ആ സിസ്റ്റം വഴി തന്നെ ആയിരിക്കും അത് പോകുന്നത്. എന്തായാലും ഈ സമയം വരെ കേരളത്തിലെ സമിതിയുമായി ആ കാര്യത്തിൽ ഒരു ചർച്ച നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടാകില്ല. കാരണം സുതാര്യമായി മുന്നോട്ട് പോകുന്ന ഒരു നയമാണല്ലോ ശ്രീ നരേന്ദ്രമോദിക്കുള്ളത്. അതുകൊണ്ട് അല്ലല്ല, സംസ്ഥാന സമിതിയുമായി ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടാമത്തെയോ അല്ല മൂന്നാമത്തെയോ നാലാമത്തെയോ നിരയിൽ നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഒന്നാമത്തെ നിരയിൽ വരുന്ന ആളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദിജി ചർച്ച ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ആ നിലവാരത്തിൽ ആണ് അദ്ദേഹം. പക്ഷേ ശ്രീ വി രാജേഷ്, താങ്കൾ ഒരു 4ാം തരത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കല്ല മാധ്യമങ്ങൾ താങ്കളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. കേരളത്തിലെ BJPയുടെ ഒരു സ്വരം താങ്കളിലൂടെ പുറത്തേക്ക് വരുമെന്ന് കരുതിയാണ് താങ്കൾ ചർച്ചയ്ക്ക് പോകുന്ന ആളാണെന്നുള്ളത് താങ്കളുടെ നേതാക്കൾക്കറിയാം. ഈ ഒരു ചർച്ചയ്ക്ക് വരുന്ന കാര്യം താങ്കളും താങ്കളുടെ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടാകും. അവിടെ നിന്ന് കിട്ടിയ താങ്കൾക്കുള്ള അറിവാണോ താങ്കൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ചാനൽ ചർച്ചകൾ വരുന്നവർ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്ന 1ാം നിരയിലുള്ളവർ ആകണം എന്ന് നിർബന്ധമില്ല. ഞങ്ങളൊക്കെ തന്നെ പ്രായം കൊണ്ടും സംഘടനയിലെ പരിചയക്കുറവ് നമുക്കത് വിടാം. താങ്കളുടെ പ്രായവും അതിന്റെ കാര്യമൊന്നും പറയണ്ട. പക്ഷേ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ഒരു തീരുമാനം സംസ്ഥാന സമിതിയുമായി ശ്രീ മോഡി നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ, സംസ്ഥാന ഘടകവുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ അറിയിക്കാറുള്ളൂ, ആ സമയത്ത് മാത്രമേ അറിയിക്കാറുള്ളൂ. നരേന്ദ്രമോദി പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദി, അമിത്ഷാജി ഉൾപ്പെടുന്ന ആൾക്കാർ പാർട്ടി ഘടകവുമായി സംസാരിക്കും. ഇക്കാര്യവും അങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിക്കും. എന്തായാലും ആ കാര്യങ്ങൾ അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്ന സാധാരണ അണികളെയും ബോധ്യപ്പെടുത്തേണ്ടതുകൊണ്ട് ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടി തന്നെയാണ് BJPയും. അതുകൊണ്ട് തന്നെ താഴോട്ടും ആ വിഷയം ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം വലിയ ചർച്ച നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ചർച്ച മാത്രമാണ്. കേരളത്തിൽ ആ ചർച്ച വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് നേതാക്കന്മാരുമായി ഇക്കാര്യം സംസാരിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല. അത് ഞങ്ങളെ അറിയിക്കേണ്ട, അങ്ങനെ ഒരു ചർച്ച ഉണ്ട് എങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ട സമയമാകുമ്പോൾ പാർട്ടി അറിയിക്കും. തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ ബ്രേക്കിങ്ങിന് വേണ്ടി നടത്തുന്ന ഒരു ചർച്ചയല്ല. പക്ഷേ ഇത് ബ്രേക്കിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി വേണമെങ്കിൽ ശ്രീ വി രാജേഷ് എന്ന മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന BJPയുടെ നേതാവ് തൽക്കാലം ഇങ്ങനെ ഒരു ചർച്ച നടന്നതായി അറിഞ്ഞിട്ടില്ല. സാധാരണ ചർച്ച നടന്നാൽ മാത്രമേ കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് മാത്രമേ സുരേഷ് ഗോപി മന്ത്രിയാകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഈ നിമിഷം വരെ ശ്രീ വി രാജേഷിൻ്റെ തലം വരെ ആ ചർച്ച അറിവായിട്ടില്ല എന്നാണ് ശ്രീ വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. അത്രയും മാത്രം നിൽക്കുമ്പോൾ എന്താണ് പ്രതികരണം എന്നുള്ളത് മറ്റു നേതാക്കളോട് ചോദിക്കാം. ശ്രീ ഡീൻ കുര്യാക്കോസ്, സുരേഷ് ഗോപി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഡീൻ കുര്യാക്കോസും പ്രതിയാണ്. അല്ല, ഇതൊരു തമാശ കഥ പോലെയാണ് കാണാൻ കഴിയുന്നുള്ളൂ. കാരണം ഈ രാജ്യത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട്. അപ്പോൾ BJPയിൽ സുരേഷ് ഗോപി ചേരുന്നു എന്നതൊരു വാർത്തയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ പക്ഷേ അദ്ദേഹം അതിന് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഇപ്പോൾ ഈ മംഗളം ദിനപത്രത്തിൽ അദ്ദേഹം അതിന് കാരണമായി പറഞ്ഞിട്ടുള്ള ഏക കാരണം എൻ്റെ കോലം കത്തിച്ചവരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത്ര അപക്വമായിട്ടാണ് സുരേഷ് ഗോപിയെ പോലെ ഉള്ളവർ ഇത്തരം ഒരു പാർട്ടി മാറുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ ചേരുന്നതിന് ഇത്രത്തോളം അപക്വമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഇനിയും ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നത് ഇപ്പോൾ തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിച്ചാൽ, ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ ഒരു കീഴ്ഘടകത്തിലുള്ള ആളുകളാണ് അവിടെ കോലം കത്തിച്ചിട്ടുണ്ട് ഉള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഒരു പരിഹാസ രൂപേണ ഏതോ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് അതിര് കടക്കുന്നതായിരുന്നു. അപ്പോൾ ആ നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ചത്. അങ്ങനെ ആ പ്രതികരണം നടത്തിയത് ആ ഒരു പ്രതികരണത്തിൽ ഒതുങ്ങി എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ സംഘടനാപരമായി ഒന്നും തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ആരോ എവിടെയോ ഒരു ചെറിയ കോലം കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പേരിൽ
ഇത്രമാത്രം അസഹിഷ്ണുത പ്രകടിപ്പിക്കാനും ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ BJPയിലേക്ക് പോകുന്നു, ഞാൻ ചിലപ്പോൾ കേന്ദ്രമന്ത്രി ആയേക്കാം, നരേന്ദ്രമോദി എനിക്കതിനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ അത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നത് ഒരുപക്ഷേ ജനാധിപത്യത്തിൻ്റെ മഹത്വം കുറച്ച് കാണുന്ന ഒരു വ്യക്തിത്വമാണോ സുരേഷ് ഗോപി എന്ന് സംശയിപ്പിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു വരുന്നത്. അതായത് മലയാളത്തിലുള്ള ഒരു ചൊല്ലുപോലെ മോങ്ങാനിരുന്ന ആരുടെയോ തലയിൽ തേങ്ങ വീണു എന്നുള്ള പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. BJPയിലേക്ക് ഇങ്ങനെ ചാടാൻ നിൽക്കുകയായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ നിങ്ങൾ കോലം കത്തിച്ചു, എന്നാൽ പിന്നെ അതിരിക്കട്ടെ, നിങ്ങളുടെ തലയിൽ ഇരിക്കട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞതാണോ സംഭവം? അല്ല, അതായത് ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ, വലിയ മഴക്കാലത്തൊക്കെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ പൊങ്ങുതടികൾ ഒരുപാട് ഇങ്ങനെ ഒഴുകി പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേരിങ്ങനെ പോകും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ BJPക്ക് അനുകൂലമായി ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റമുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം കൈവരിച്ചു. നരേന്ദ്രമോദിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഒരു മോഡിയുടെ ഒരു ഫാൻറ്റസി പോലെ രൂപപ്പെട്ടു വന്നപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് ഓടിക്കൂടുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ എന്തെങ്കിലും ഗുണം തനിക്ക് കിട്ടുമെന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ഒരു പൊങ്ങുതടിയായി ഒഴുകി പോകുന്നുണ്ടാകാം. അങ്ങനെ പൊങ്ങുന്നതിൽ പോകട്ടെ, പക്ഷേ മലവെള്ളപ്പാച്ചിലങ്ങ് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പൗഴപ്പുറ്റുകളും ഒക്കെ ഈ എന്താ പറയുക വെള്ളത്തിനടിയിൽ തന്നെ നിലനിൽക്കും. ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും ശ്രീ ആനത്തലവട്ടം, എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് മംഗളത്തോട് പറയുമ്പോൾ മംഗളത്തിൻ്റെ CEO അത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണം നടന്നിരിക്കുന്നു. കേരളത്തിൽ BJP പല രീതിയിൽ പയറ്റി നോക്കുന്ന കാര്യം അറിയാവുന്നതാണ്. CPM ഇന്ന് തന്നെ LDFൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ച് വൈക്കം വിശ്വൻ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്, ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ഇടപെടലിനെ കുറിച്ച്. ഇത്തരത്തിൽ പല രീതിയിൽ കൂടി ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ മുമ്പിൽ സുരേഷ് ഗോപി ഏത് രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക? ഇതൊരു മഹാസംഭവമായിട്ട് നീ ചർച്ച ചെയ്യുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. എത്ര ആളുകളാണ് ഈ മോഡിയുടെ വിജയത്തിന് ശേഷം BJPക്ക് ഒരു വലിയ ഗവൺമെൻറ് ഉണ്ടാക്കാൻ സാധിച്ചതിന് ശേഷം അങ്ങോട്ട് പോയിട്ടുള്ളത്? കോൺഗ്രസിൻ്റെ എത്ര പ്രമാണിമാർ പോയി, സാഹിത്യകാരന്മാരെല്ലാം പോയി, അതുപോലെ സിനിമാ താരങ്ങളാരൊക്കെ പോയി. ഇവരെല്ലാം പോയതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ അതിനേക്കാൾ എത്രയോ ഗൗരവമായ പ്രശ്നമുണ്ട്. യഥാർത്ഥം നിങ്ങളത് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിൻ്റെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രം പണിയുന്നു. ജനുവരി 30 ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സ്നേഹിതൻ ഡീൻ കുര്യാക്കോസും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ മരിച്ചുപോയോ എന്ന് ഞാൻ ചോദിക്കണം. ഗാന്ധിജിയുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നല്ലേ പറയുക. ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രപിതാവിനെ കൊല ചെയ്തവൻ പേരിൽ ക്ഷേത്രം പണിയുകയും അയാളുടെ പേരിൽ പ്രതിമകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വഹിന്ദു പരിഷത്തും RSSും ആ പാർട്ടിയിലേക്കല്ലേ സുരേഷ് ഗോപി പോകുമെന്ന് പറയുന്നത്? എങ്ങനെ കഴിയുന്നവർക്കെല്ലാം ഇന്നലെ വരെ മഹാത്മാഗാന്ധി അദ്ദേഹമാണ് രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്നൊക്കെ പറഞ്ഞു നടന്നവർ, അദ്ദേഹം കൊന്ന കൊലയാളികൾക്ക് ക്ഷേത്രം പണിയുന്ന ഒരു രാജ്യമായി മോഡിയുടെ ഭരണം മാറുകയാണ്. അതിഗൗരവകരമുള്ള പ്രശ്നം. ആ പ്രശ്നം എടുക്കുന്നില്ലല്ലോ ആരും. കോൺഗ്രസ്സല്ലേ അക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. ഇവരെടുത്തില്ലെങ്കിലും ഞങ്ങളെടുക്കും. പക്ഷെ കോൺഗ്രസ് മരിച്ചുപോയെന്ന് സംശയമാണ്. വീണ്ടെടുത്ത് ഇത്രയും വലിയ പതനമാകാമോ? എഴുന്നേക്കണ്ടേ? ഈ വിഷയം പറഞ്ഞുകൊണ്ട് രാജ്യമാകെ സടകുടഞ്ഞ് എഴുന്നേക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ? എല്ലാവരും അതിനോട് യോജിക്കില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ ആ നിർജീവ അവസ്ഥ മനസ്സിലാക്കി അതിൻ്റെ ഇവിടെ സുരേഷ് ഗോപി സിനിമാ നടൻ എന്നുള്ളതിന് അദ്ദേഹം എടുക്കുന്ന ക്യാരക്ടറുകൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുകളെ സ്നേഹിച്ചിട്ടുണ്ട്. കേരളമാണിത്. കേരളത്തിൽ അങ്ങനെ വലിയ അപ്രമാദിത്വമൊന്നും സിനിമാ നടന്മാരോടൊന്നും കേരളത്തിലെ ജനത കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പോകുന്നതിന് അദ്ദേഹം നേരത്തെ തന്നെ BJP ആണെന്ന് കേട്ടിരുന്നു. BJPയിൽ ഒരാളുകൂടെ പോകുന്നതിന് നമുക്ക് വലിയ വിഷമമൊന്നുമില്ല, പോയി ചേർന്നോട്ടെ. 5 വർഷം കഴിയുമ്പോഴേക്കും ആ പോണവരൊക്കെ തന്നെ പോണം വെച്ചാൽ തിരുമ്പി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇതാണ് ആദ്യ പ്രതികരണം. കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. സുരേഷ് ഗോപി സിനിമയിൽ അവതരിപ്പിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ ദാ പോയി ദേ വന്നു എന്നുള്ളത് പോലെയാണോ രാഷ്ട്രീയം? സുരേഷ് ഗോപി പറയുന്നതിന് എല്ലാം BJPയും അതുപോലെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഇത്
ഏത് രീതിയിലാണ് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക? BJPക്കകത്ത് വി രാജേഷ് പറയുന്നത് പോലെ അത്ര നിസ്സാരമായ രീതിയിലാണോ ഈ കാര്യങ്ങൾ ഇപ്പോൾ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലാത്ത രീതിയിൽ വലിയ സ്വീകരണം തന്നെ സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ? വി രാജേഷ്, സുരേഷ് ഗോപിയുടെ തുടക്കം SFIയിൽ നിന്നാണ്. പിന്നീട് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ആരാധകനാകുന്നതാണ് കണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ അഭിമുഖത്തിലൂടെ പോകുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചുള്ള വിലയിരുത്തലല്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ആ രീതിയിലാണ്. പിന്നീട് അദ്ദേഹം കെ കരുണാകരൻ്റെ ലീഡറുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരമായി മാറി. സിനിമാ താരം എന്നുള്ള നിലയ്ക്കും അല്ലാതെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കേട്ടിരുന്ന കാലഘട്ടത്തിലും. പിന്നീട് അദ്ദേഹം ശ്രീ VS അച്യുതാനന്ദനെയും അദ്ദേഹം ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ നേരെ യൂത്ത് കോൺഗ്രസിനോടുള്ള അവർ കോലം കത്തിച്ചതുകൊണ്ട് സമൂഹത്തിൽ ചില ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഫലമായി അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് കോലം കത്തിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ BJPയിലേക്ക് വരുന്നു എന്നാണ്. മോഡിയെയും അദ്ദേഹം അത്ര വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സുരേഷ് ഗോപിയെ പൂർണ്ണമായി വിശ്വാസമുണ്ടോ? ലാൽ, ഇത്രത്തോളം ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ ഇൻ്റർവ്യൂവിൽ BJPയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഞാൻ BJPയിൽ ചേരാൻ പോകുന്നു എന്നും ഇതിൽ ഒരു സ്ഥലത്തും പറഞ്ഞായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമാകാൻ പോകുന്നു എന്നാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. അല്ല, ഞാൻ കംപ്ലീറ്റ് അദ്ദേഹത്തിന് ആ വാക്ക് കൊടുത്തു എന്നാണ് മോഡി. അല്ല, ഞാൻ ഉത്തരം പറഞ്ഞ് തുടങ്ങിക്കോട്ടെ. ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന സ്ക്രോൾ തന്നെ തെറ്റല്ലേ? ഇതിൻ്റെ ഭാഗമായി രാജ്യസഭ അംഗമാക്കാമെന്നും ഉറപ്പ് നൽകി. ആ ഇന്റർവ്യൂ ഇതിലെവിടെയെങ്കിലും ലാലത് കാണിച്ചു തരാമോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രാജ്യസഭാ മെമ്പർ ആക്കാനും മന്ത്രിയാക്കാനുമുള്ള തീരുമാനം നരേന്ദ്രമോദിജി തെരഞ്ഞെടുപ്പിന് മുൻപേ സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഇനി അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. നേരത്തെ ഞാൻ അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ലാൽ, ഇത് രണ്ടല്ലേ? ഉറപ്പ് നൽകി എന്ന് പറഞ്ഞത് സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത് രണ്ടല്ലേ? മോദി ഉറപ്പ് നൽകി നിങ്ങൾ എഴുതി കാണിക്കുന്നു. അതാണ് അറിയേണ്ടത്. ഒരു അഭിമുഖം വായിക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങൾ വരാം. ശ്രീ വി രാജേഷ് പറയുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു മോഡി അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ അല്ല കാണിക്കുന്നത്. അദ്ദേഹം ഉറപ്പ് നൽകി എന്ന് സൂചിപ്പിച്ചിരുന്നു. ഇത് നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്ര സൂചിപ്പിച്ച നരേന്ദ്രമോദി ഉറപ്പ് കൊടുക്കാത്തത്? എന്റെ ഉത്തരം പൂർണ്ണമാക്കാൻ ലാല് സമ്മതിക്കാതെ വരുമ്പോൾ കാണുന്നവർ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഉത്തരം പറയാൻ അനുവദിക്കും ചോദ്യം അനുസരിച്ച്. മറ്റൊന്ന്, ഞാൻ നാളെ BJPയിൽ ചേരാൻ പോവുകയാണ് എന്ന് ശ്രീ സുരേഷ് ഗോപി ഇതിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പരിപാടികളോടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. നാളെ സുരേഷ് ഗോപി BJPയിൽ ചേർന്നു വന്നിരിക്കട്ടെ, അത് സ്വാഭാവികമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിലെന്താ അതിശയം? അതിൽ യാതൊരു അപാകതയുമില്ല, അതിൽ അതിശയവുമില്ല. വേറൊന്ന്, ഇവിടെ അതായത് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നില്ല. അദ്ദേഹം നാളെ BJPയിൽ കേരള ഘടകത്തെ കണ്ട് അംഗത്വം എടുത്ത് BJPയിലേക്ക് വരൂ, അതിനുശേഷം നമുക്ക് ഈ കാര്യം പറയാം. ഇതല്ലേ പറയുന്നു ശ്രീ വി? അല്ലല്ല, ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? വളരെ സിമ്പിൾ ആണല്ലോ ശ്രീ വി രാജേഷ്. അതായത് ശ്രീ നരേന്ദ്രമോദി ഉറപ്പ് നൽകി എന്ന് പറഞ്ഞിടത്താണ് താങ്കൾക്ക് വിയോജിപ്പ്. അല്ല, എനിക്ക് വിയോജിപ്പ് അതല്ല. നിങ്ങൾ ഇന്റർവ്യൂവിൽ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ എഴുതി കാണിക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ ഒരു ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാൻ പറയാം, സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് രാജ്യസഭാ മെമ്പറാക്കാമെന്നും മന്ത്രിയാക്കാനുള്ള തീരുമാനം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുമ്പേ സൂചിപ്പിച്ചിരുന്നതാണ്. അതിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നരേന്ദ്രമോദി അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം. അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ അങ്ങയുടെ പത്രത്തിൽ വന്ന ഇത്തരം ഒരു അഭിമുഖം കണ്ടിട്ടാണ് അത് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അങ്ങേക്ക് അറിയാമല്ലോ, മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ വരും, അതിന്റെ പൂർണ്ണരൂപമല്ല, അല്പം എഡിറ്റഡ് ഭാഗമായിരിക്കും, ആവശ്യമുള്ളത് ചേർത്തായിരിക്കും ആ അഭിമുഖം തന്നെ ചിലപ്പോൾ കൊടുക്കുക. ചിലത് പൂർണ്ണമായും കൊടുക്കാറുമുണ്ട്. അത് വായിച്ച് വിശകലനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അതിൽ സാധ്യതയുള്ള വിശകലനങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ വലിയ ഹെഡ്ലൈനായി വരാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ വി രാജേഷ് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അത്രത്തോളം പോകേണ്ടതില്ല എന്ന് പറയുന്നു. പത്രത്തിലെ വാചകങ്ങളോടാണോ അദ്ദേഹത്തിൻ്റെ എതിർപ്പ്? ആ വിശകലനത്തോടാണോ എതിർപ്പ്? അതോ ആ രാഷ്ട്രീയത്തോടാണോ? രാജേഷിൻ്റെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും രാജേഷിൻ്റെ അഭിപ്രായങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയേണ്ടതും. പ്രധാനപ്പെട്ട പ്രശ്നം ഇത് സത്യമാണോ അസത്യമാണോ, അല്ലെങ്കിൽ അത് മോഡി പറഞ്ഞോ സുരേഷ് ഗോപി പറഞ്ഞോ എന്നുള്ളതിലുപരി അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. സുരേഷ് ഗോപി ഉയർത്തിവിട്ട ഒരു രാഷ്ട്രീയം എന്താണ്? സുരേഷ് ഗോപി ഇവിടെ മോഡി പക്ഷത്തേക്ക്, മോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നരേന്ദ്ര കണ്ട് സംസാരിച്ച ആളാണ്. പോയി സംസാരിച്ച് ഇവിടെ ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി ഷിബു ബേബി ജോൺ ഒന്ന് മോഡിയെ ഗുജറാത്തിൽ പോയി കണ്ടപ്പോൾ വലിയ പൂലുണ്ടായതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദിയെ പോയി കണ്ട് സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില രാഷ്ട്രീയ നിലപാടുകളിലേക്ക് വരികയാണ്. ആ രാഷ്ട്രീയ നിലപാട് വരുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അങ്ങനെ വന്നാൽ സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ. നാളെ നരേന്ദ്രമോദിക്ക് അന്ന് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പില്ല.
അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പില്ലാത്ത നരേന്ദ്രമോദി ഞാൻ പ്രധാനമന്ത്രിയായി നിങ്ങളെ മന്ത്രിയാക്കി കളയാം എന്ന് ഒറ്റയടിക്ക് ഉറപ്പ് നൽകാൻ അത്ര വിഡ്ഢിയാണോ മോഡി? അല്ല. അപ്പോൾ അദ്ദേഹം ചില സൂചനകൾ നൽകിയിരുന്നു, ജയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാം എന്ന ചില സൂചനകൾ നൽകിയിരുന്നു. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഉറപ്പിച്ച് പറയുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന്. ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം മോഡിക്ക് അനുകൂലമായി സുരേഷ് ഗോപി എടുത്തൊരു നിലപാടാണ്. ആ സുരേഷ് ഗോപിയുടെ നേരത്തെ ലാൽ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കോലം കത്തിച്ചതുകൊണ്ട് സുരേഷ് ഗോപി പെട്ടെന്ന് എന്നാൽ എൻ്റെ കോലം കത്തിച്ചു, നാളെ ഞാൻ BJP ആയി കളയാം എന്ന് തീരുമാനിച്ച ആയിരിക്കില്ല സുരേഷ് ഗോപി. നേരെ മറിച്ച് അദ്ദേഹം കുറേ നാൾ അത് സ്റ്റഡി ചെയ്ത് ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് അദ്ദേഹം വരികയാണ്. സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരുന്നു. ആ സുരേഷ് ഗോപി രാഷ്ട്രീയ നിലപാടിലേക്ക് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം അത് മോഡി ഉയർത്തിവിട്ട തരംഗത്തെ അല്ലെ മോഡി ഉയർത്തിവിട്ട മോഡിക്ക് അനുകൂലമായ കാറ്റിനെ എങ്ങനെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ കൂടുതൽ ഒരു കൊടുങ്കാറ്റായോ വലിയ കാറ്റായോ വീശി കൊണ്ടുപോകാൻ സാധിക്കും? അതായത് ഇവിടെ ഇപ്പോൾ ശ്രീ മോഡി ഇപ്പോൾ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ അന്ന് അത് അല്ലായിരുന്നു, ഇപ്പോൾ അദ്ദേഹം അതായിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിക്കുമ്പോൾ, പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ, മന്ത്രിസഭയിൽ ഒരു കേരളത്തിൻ്റെ പ്രാതിനിധ്യം കൊടുക്കുകയാണെങ്കിൽ ഒരു MLA-യോ MP-യോ ഉണ്ടാക്കാൻ പറ്റാത്ത നേതാക്കന്മാർക്ക് അത് കൊടുക്കേണ്ടതില്ല. കുറച്ചുകൂടി ഇപ്പോൾ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ കാറ്റോ കൊടുങ്കാറ്റോ ആക്കാൻ സാധ്യതയുള്ള സുരേഷ് ഗോപിക്ക് കൊടുക്കാം എന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ സംശയമാണോ സംസ്ഥാനത്തിന് ഇത്രയും 6 മാസം കഴിഞ്ഞിട്ടും വലിയ പ്രാതിനിധ്യം കിട്ടാതെ മോഡിയെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്? പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ഇതുവരെയുള്ള നേതാക്കന്മാരെ നിലനിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യവും വിയർപ്പും ഒക്കെ ഉള്ള നേതാക്കന്മാരെ തന്നെ മന്ത്രിയാക്കണമെന്നത് നിർബന്ധം. അങ്ങനെയുണ്ടെങ്കിൽ പാരമ്പര്യമുള്ള എത്രയോ നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ സ്വതന്ത്രന്മാരെ ഇടതുപക്ഷവും UDF-ഉം രംഗത്ത് ഇറക്കിയിട്ടുണ്ടല്ലോ, BJP ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മോഡി BJPക്ക് അനുകൂലമായി ഇപ്പോൾ മോഡിക്ക് മുമ്പ് മോഡി വരുന്നു അല്ലെ മോഡി തരംഗം എന്ന് പറയുന്നത് ടെക്നോ പാർക്കിലെ ചെറുപ്പക്കാർ BJP-ക്കാരാണോ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത്? ഇപ്രാവശ്യം BJPക്ക് ഇത്രയധികം വോട്ട് കിട്ടാൻ കാരണം ഇവിടെ BJPക്ക് ശക്തമായ വേരുകളുള്ളിടത്ത് മാത്രമാണോ വോട്ട് കിട്ടിയത്? അല്ല. അതുകൊണ്ട് ആ തരത്തിൽ അനുകൂലമായൊരു തരംഗമുണ്ടായി, മോഡിക്ക് അനുകൂലം. ആ തരംഗത്തിൻ്റെ ശക്തി വർദ്ധിക്കും. കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് മോഡി വളരെ സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കുന്നത്, ഭരണനിർവഹണം നടത്തുന്നത്. തീർച്ചയായിട്ടും. ശ്രീ ഡീൻ കുര്യാക്കോസ്, അവിടെയാണ് നേരത്തെ ശ്രീ ആനത്തലവട്ടമൊക്കെ സൂചിപ്പിച്ചതുപോലെ പലതും മോഡി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോഡ്സെയുടെ അമ്പലം പോലും പണിയാൻ പോകുന്നു. അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഒരു BJPക്ക് അപ്പുറമുള്ള വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഇഫക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ളവരെ അപ്പുറത്തെ ക്യാമ്പിലേക്ക് വിട്ടുകൊടുക്കുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ചില നടപടികളാണ് എന്നുള്ള വിമർശനവും ഇതിലൂടെ കാണേണ്ടതുണ്ട്. അല്ല, ആ വിമർശനം ഒക്കെ അസ്ഥാനത്താണ്. കാരണം സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ചിന്തകൾ ഏത് വഴിയിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹം ആദ്യം SFI ആയിരുന്നു, പിന്നീട് അദ്ദേഹം കരുണാകരൻ്റെ ആരാധകനായി മാറി, അതിനുശേഷം VS-ൻ്റെ അടുത്ത അനുയായിയായി മാറി. ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നു. അല്ല, VS-ന് വേണ്ടി 96-ൽ മലമ്പുഴയിൽ പോയി പ്രചരണം നടത്തുകയും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പൊതുമണ്ഡലത്തിൽ വരെ VS-ന് അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അപ്പോൾ അതിനുശേഷം ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാമ്പിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള നിലയിൽ വരുന്നത്. നരേന്ദ്രമോദിയുടെ ദാസനായി വേണമെങ്കിൽ വരെ ഞാൻ പ്രവർത്തിക്കാം എന്ന് സത്യപ്രതിജ്ഞാ ദിവസം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അധികാരം എവിടെയാണോ അതിനനുസരിച്ച് അദ്ദേഹം എല്ലാ കാലവും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ഇന്നതെടുത്തു നാളെ എന്തെടുക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരു കാര്യം ഇവിടെ സത്യമാണ്, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സവിശേഷതകളെയും തച്ചു തകർക്കുക എന്നുള്ളതാണ് ദേശീയ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. അത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. ഇവിടെ ബഹുമാനനായ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം ആദ്യം കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വിയോജിപ്പുമുണ്ട്. പക്ഷേ അതിന് പറ്റിയ സന്ദർഭമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ സൂചിപ്പിക്കുന്നില്ല. ഏതായാലും സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക മണ്ഡലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ആ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ, ചിലപ്പോൾ ചില സാഹിത്യകാരായിരിക്കാം. ഇവിടെ ഇപ്പോൾ അരുന്ധതി റോയിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയ്യങ്കാളി ചെയർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ അരുന്ധതി റോയ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഗാന്ധിജി ജാതി വ്യവസ്ഥയുടെ ദല്ലാളായിരുന്നു എന്ന് ഓപ്പണായി അവരെ പോലെ ഒരാൾ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളെ ദേശീയ നേതാക്കന്മാർക്കെതിരെ, ഗാന്ധിജിക്കെതിരെ പ്രസ്താവന ഇറക്കുക, ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്തി കാണിക്കുക, അതുവഴി കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം വലിയ കൊടിയ അപരാധമാണ്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്, പ്രാവർത്തികമാക്കിയത്, അത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിനെ തകർക്കുക, അതുവഴി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലായ്മപ്പെടുത്തുക, ഇതവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കോൺഗ്രസ് സ്വയം തകരുന്നതിനെ കുറിച്ച് പറയാനൊന്നുമില്ല, അത് തകർക്കുന്നവരെ അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ ഇവിടെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ബഹുമാനരായ CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BJPക്കാരുമായി ബന്ധപ്പെട്ട് അതിനുള്ള മറ്റു വേദികളിലെല്ലാം പറയുന്നുണ്ട്. അതല്ലല്ലോ ഇവിടെ വിഷയം. അപ്പോൾ BJPയെ സംബന്ധിച്ച് അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നരേന്ദ്രമോദി ഇപ്പോൾ സുരേഷ് ഗോപിയെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം അവർക്ക് വിവിധ മേഖലകളിൽ കേരളത്തിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ ക്യാച്ച് ചെയ്യുന്നു, അവിടെ എന്തുകൊണ്ട് ശ്രീ O രാജഗോപാലിനെ പോലെ പാരമ്പര്യമുള്ള BJP പാരമ്പര്യമുള്ള ആളുകളെ കുറിച്ചുള്ള ചർച്ച വരുന്നതിന് മുമ്പ് സുരേഷ് ഗോപി വരുന്നു ഇപ്പോൾ? അല്ല ലാലെ, ഒരു കാര്യമുണ്ട്, LK അദ്വാനിയെ നരേന്ദ്രമോദി ഒഴിവാക്കിയില്ലേ, സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കിയില്ലേ? അത് അദ്ദേഹത്തിന് ആവശ്യം പൊങ്ങുതടികളെയാണ്. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ 10 ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നത് ആരോ അവരാണ് നരേന്ദ്രമോദിക്ക് വേണ്ടത്. അതാണ് ഞാൻ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ചെറിയ ചലനം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് BJP അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കോൺഗ്രസിനെതിരാക്കുക, കോൺഗ്രസിന്റെ സങ്കല്പങ്ങൾക്കെതിരാക്കുക, അതുവഴി ഒരു വിയോജിപ്പ് കോൺഗ്രസിനെ എതിരാക്കുന്നത് ആരാണ്? കോൺഗ്രസ് തന്നെയാണെന്നാണ് സുരേഷ്. ഞാൻ പറയാം വേറൊന്ന്, കോൺഗ്രസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കോലം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു, പക്ഷേ യൂത്ത് കോൺഗ്രസ് കോലം കത്തിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJPയോ നരേന്ദ്രമോദിയായിട്ട് താല്പര്യം വന്നു എന്നുള്ളതല്ല. മുഖ്യമന്ത്രിയെ വിമർശിച്ചു. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഒരു ജനാധിപത്യത്തിൽ ഒരു പൗരന് അവകാശമില്ലേ? സുരേഷ് ഗോപി ഇനിയും അദ്ദേഹത്തിന് ഉപയോഗിക്കാമല്ലോ. ഞാൻ പറയാമില്ലേ, സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഒരു ആശയത്തിൻ്റെ പേരിൽ വിമർശിച്ച ദിവസം വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് സുരേഷ് ഗോപിയുടെ കോലം കത്തിക്കുക, മുക്കത്ത്, കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലേക്ക് സമരം നടത്തുക, പോസ്റ്റർ വലിച്ചു കീറുക. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി ഒരു നടനായിപ്പോയി എന്നുള്ളത് കൊണ്ട് കേരള മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൂടെ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡീൻ പറഞ്ഞ ഫാസിസമൊക്കെ നടപ്പിലാക്കുന്ന കേരള മുഖ്യമന്ത്രിയല്ലേ? പിറ്റേ ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരെ ഇളക്കി വിട്ടിട്ട് കോലം കത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസിനോടൊപ്പം നിൽക്കുമ്പോഴേക്കും ഇവരൊക്കെ നല്ലവരും BJPയുമായിട്ട് എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാൽ ഉടൻ തന്നെ പൊങ്ങുതടികളും. BJPയുമായിട്ടുള്ള ആ താല്പര്യത്തിൽ BJPക്ക് എത്രത്തോളം താല്പര്യം എന്നുള്ളിടത്താണ് ശ്രീ VV രാജേഷ് നേരത്തെ പല തിരുത്തലുകൾ പറഞ്ഞത്. അവിടെയാണ് ശ്രീ അജിത് കുമാർ ഇപ്പൊ ചൂണ്ടിക്കാട്ടിയ കാര്യം. LK അദ്വാനിയെ പോലുള്ളവരെ ഒഴിവാക്കി പരീക്ഷിക്കുന്ന നരേന്ദ്രമോദിയുടെ പുതിയ കാലഘട്ടത്തിന്റെ ഒരു രാഷ്ട്രീയം തന്ത്രം, യുവാക്കളെ ആകർഷിക്കാനുള്ള പുതിയ തന്ത്രം, അവിടെ രാജേഷിനെ പോലെയുള്ള വന്ധ്യ വയോധികർ LK അദ്വാനിയെ പോലെ ഒഴിവാക്കപ്പെടുന്നു. അല്ല, അതൊക്കെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടിക്ക് അത് ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങളാണ്. വേറൊന്ന്, ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പം ഡീൻ പറഞ്ഞല്ലോ, ഇങ്ങനെ താല്പര്യമുള്ളവരെ BJPയുടെ പക്ഷത്താക്കാൻ അത് ഞങ്ങളുടെ ജോലിയാണ്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെടുത്തുവാനുള്ള അത് ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമാണ്. മറ്റേ ബ്രേക്കിംഗ് തീർത്താം. ഇത് സുരേഷ് ഗോപിയെ ഇങ്ങനെ കൊണ്ടുവരാനുള്ളത് നിങ്ങളുടെ പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ്. ഞാൻ പറഞ്ഞതാണ് ബ്രേക്കിംഗ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അത് കൊടുത്താൽ മതി. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നവരെയൊക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ്. അത് ഞങ്ങൾ ഇനിയും രാജേഷ് പറഞ്ഞേ, അതായത് ഏതോ ഒരു സംസ്ഥാനത്ത് അവിടെ സ്ഥാനാർത്ഥികളെ പോലും BJPക്കല്ല, അമിത്ഷാ ആദ്യം പോയി ചെന്നത് വിമതരായ എല്ലാ പാർട്ടികളെയും വിമതരെ പിടിച്ചു ഞങ്ങളിപ്പോ പാർലമെന്റിൽ സീറ്റ് കൊടുത്തതിൽ 35 പേർ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് മാറി വന്നവരാ. മഹാരാഷ്ട്രയിൽ ഞാനിപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ഒരു മണ്ഡലത്തിൽ NCPയുടെ ഒരു കൗൺസിലർ, നല്ല ജനസ്വാധീനമുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോയി. അദ്ദേഹം ഇപ്പോൾ അസംബ്ലിയിൽ ജയിച്ചു. അതായത് ഈ മാറ്റം വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി നടത്തുന്നത്. പഴയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു മാറ്റം, അങ്ങനെയുള്ള മാറ്റത്തിന്റെ ഒപ്പമാണ് ശ്രീ VV രാജേഷിനെ പോലുള്ളവർ BJPയിൽ ഇപ്പോൾ. അല്ല, ഞങ്ങൾ തീർച്ചയായും കാലാനുസൃതമായി രാഷ്ട്രീയ പാർട്ടികൾ മാറണം, മനുഷ്യ ജീവിതം മാറണം. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് പോലും ഇപ്പോൾ ഞങ്ങൾ ഓൺലൈനിലൂടെ നടത്തും. ഞാൻ 3 മീറ്റിങ്ങുകൾ പങ്കെടുത്ത് വന്നിരിക്കുക. ജനങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലല്ല, മിസ് കോൾ അടിച്ചാൽ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഈ ലിസ്റ്റ് വെച്ച് ഞങ്ങൾ വെരിഫൈ ചെയ്യും. എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഞാൻ സമ്മതിക്കുന്നു. ഇത്
ഞങ്ങളുടേത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളുടെ പാർട്ടി ഒരു അംബ്രല പാർട്ടിയാണ്. ഞങ്ങൾ ആ രീതിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. അതിനുശേഷം മെമ്പർഷിപ്പ് താഴെത്തട്ടിൽ വെരിഫൈ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വഭാവവും. അതായത് ഇപ്പൊ ശ്രീ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏതോ സംസ്ഥാനത്ത് ഹരിയാനയിലാണെന്ന് തോന്നുന്നു, മഹാരാഷ്ട്രയിലും ഒക്കെ ഇവിടെ വിമതരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കി അങ്ങനെയുള്ള തന്ത്രം, ഒപ്പം ശ്രീ എൽ കെ അദ്വാനിയെ പോലുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പുതിയ ആളുകളെ കൊണ്ടുവരാനുള്ള തന്ത്രം, ഇങ്ങനെയുള്ള തന്ത്രവും കേരളത്തിലും പയറ്റാൻ ഇപ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷത്താണ് ശ്രീ വി രാജേഷ്. ഇതാണ് പറഞ്ഞത്. ലാൽ, BJP തീരുമാനിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി തലത്തിൽ തീരുമാനിച്ചതാ. എൽ കെ അദ്വാനിജിയെ എവിടെയാ മാറ്റിയത്? നിങ്ങളൊക്കെ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമ്പോഴാണ് എല്ലാം ആയി എന്ന് കരുതുന്ന പാർട്ടി അല്ല BJP. എൽ കെ അദ്വാനിയുടെ ഉപദേശവും എൽ കെ അദ്വാനിയുടെ സാന്നിധ്യവും ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാമാണ്. അത് പറയുമ്പോൾ തന്നെ ജനാധിപത്യത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ ഫ്ലോ ഉണ്ടാകണം. അങ്ങനെ കെട്ടിക്കിടന്നാൽ ജനാധിപത്യം തകർന്നു പോകും. ഒരു നല്ല കാര്യം, 70 വയസ്സ് കഴിഞ്ഞ അവരെ മന്ത്രിസഭയിൽ കയറ്റില്ല എന്നുള്ള വാക്ക് പാലിച്ചു അദ്വാനിയുടെ കാര്യത്തിൽ പോലും. ഞങ്ങൾ BJP അതറിഞ്ഞാൽ മതി. അപ്പൊ അത് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൽ അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റം നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പോകുന്നതെങ്കിൽ ശ്രീ വി രാജേഷ് ആ ഭാഗത്താണ്. ശ്രീ ആനത്തലവട്ടം, എന്തായാലും സാമ്പത്തികമായി ക്യാപിറ്റലിസം ആണ്, ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, സാമ്രാജ്യത്വത്തിനോടൊപ്പമാണ് എന്ന് സുരേഷ് ഗോപി ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ചില തിരുത്തലുകൾ വേണം, കള്ള് കച്ചവടക്കാരുടെ പണം വേണ്ട എന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിനകത്തുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള സാമ്പത്തികമായും സുരേഷ് ഗോപി നരേന്ദ്രമോദി സർക്കാരിനൊപ്പം നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഈ സുരേഷ് ഗോപി എന്ന ക്യാരക്ടർ എനിക്കിഷ്ടമാണ്. കാരണം അത് അദ്ദേഹത്തിൻ്റെ മുഖമല്ലോ, കഥാകൃത്തല്ലേ ഇത് എഴുതുന്നത്, ആ ക്യാരക്ടറാണ്. അത് നന്നായി പ്രതിഫലിപ്പിക്കുന്നതിൽ സുരേഷ് ഗോപി എനിക്കിഷ്ടമുള്ള ഒരു നടനാണ്. ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തെ സമയമുണ്ടെങ്കിൽ ഇരുന്ന് TV-ലിരുന്ന് കാണാറുമുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറയുന്ന നരേന്ദ്രമോദി, എൻ്റെ സ്നേഹിതൻ അജിത്ത് പറഞ്ഞതാണ് ഞാൻ അവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി എന്തോ മഹാ അത്ഭുതങ്ങൾ കാണിക്കുന്നു, ചെറുപ്പക്കാരെല്ലാം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു, ടെക്നോ പാർക്കിലെ ചെറുപ്പക്കാരൊക്കെ വോട്ട് ചെയ്തു. ഇദ്ദേഹം ഒബാമയേക്കാൾ വലിയ ആളല്ലല്ലോ, ആണോ? അല്ല. 2004 തിരഞ്ഞെടുപ്പിൽ ഒബാമയ്ക്ക് 70% ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. 2014 40%. വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരിൽ 13% വോട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരാണ്. ഒരു ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. നരേന്ദ്രമോദി വന്നു, അദ്ദേഹം 2-3 മുദ്രാവാക്യം വെച്ചു. എന്താ മുദ്രാവാക്യം? ഒന്ന്, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, വിലക്കയറ്റം തടയും, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യും, രാജ്യം വികസിപ്പിക്കും. പിന്നെ ഇപ്പോൾ അദ്ദേഹം വീണ്ടും ആളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ, എല്ലാവരും ഇവിടെ വന്ന് വ്യവസായം തുടങ്ങുന്നവർക്കെല്ലാം തൊഴിൽ കിട്ടും. ആ പ്രതീക്ഷയാണ്. അത് 2-3 വർഷം നിലനിൽക്കും. ഈ 6 മാസക്കാലത്തിനിടെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താ? ജനങ്ങൾക്ക് ദ്രോഹമാണ്. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഒരു കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല, വില വർധനവിനിടയാക്കി. ഇദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മരുന്നിൻ്റെ വിലയേക്കാൾ 15 മുതൽ 40% വരെ മരുന്നിൻ്റെ വില വർദ്ധിച്ചു. ആർക്കാ നല്ല കാലം? ഫാർമസ്യൂട്ടിക്കൽസിന്. അമേരിക്ക ഇപ്പോൾ ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വിദേശ ഫാർമസ്യൂട്ടിക്കൽസും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽസും അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. അവർക്കുള്ള പാരിതോഷികമാണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിങ് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ആയിരുന്നു വില നിയന്ത്രിച്ചിരുന്നത്. അതിഞ്ഞ് വന്ന ഉടനെ തന്നെ മരുന്ന് കമ്പനി മുതലാളിമാരോട് പറഞ്ഞു, നിങ്ങൾ വില നിശ്ചയിച്ചോ? വില കൂടിയില്ലേ? ആർക്കാ നല്ല കാലം? മരുന്ന് കമ്പനിക്കാർക്ക്. ജനങ്ങൾക്ക് കഷ്ടകാലം. ഏതെങ്കിലും സാധനത്തിന് വില കുറയ്ക്കാൻ സാധിച്ചു? പക്ഷേ ശ്രീ ആനത്തലവട്ടം, സുരേഷ് ഗോപി പറയുന്നത് മോഡി ഒന്ന് ഇരുന്നിട്ടല്ലേ ഉള്ളൂ, സമയം കൊടുക്കുമെന്നാണ്. ശ്രീ വി രാജേഷ് പോലും അത്രയും ഇടപെടാൻ ഇക്കണക്കിനാണെങ്കിൽ അദ്ദേഹം ഇരുന്ന് ഒന്ന് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ മർമ്മസ്ഥാനങ്ങൾ മുഴുവൻ വിറ്റ് കഴിഞ്ഞു. വിൽപ്പന നടത്തുകയാണ്, റെയിൽവേ വിൽക്കുകയാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വിൽക്കുക, ആരോഗ്യവകുപ്പ് വിൽക്കുകയാണ്, പ്രതിരോധ വകുപ്പ് വിൽക്കുകയാണ്, ബാങ്കുകൾ വിൽക്കുകയാണ്, നാഷണലിസ്റ്റ് ഇൻഷുറൻസ് കമ്പനി വിൽക്കുകയാണ്. 6 മാസം കൊണ്ട് ഇത്രയും ചെയ്ത് അപ്പോൾ അദ്ദേഹം 5 വർഷം തികച്ചാൽ ഇന്ത്യ ഉണ്ടാകുമോ? നരേന്ദ്രമോദി സർക്കാരിൽ ചേരാനുള്ള സുരേഷ് ഗോപിയുടെ മോഹം പൂവണിയുമോ? ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ വി രാജേഷ്, എന്തായാലും കാലം ശ്രമിച്ചിട്ട് കേരളത്തിൽ നടക്കാതെ പോയ ഒരു കാര്യം ഇനി അവസാനം ഒരു മലയാള ചലച്ചിത്രത്തിൻ്റെ ഒരു സൂപ്പർ താരത്തിലൂടെ മാത്രമേ നടക്കൂ എന്നൊരു തിരിച്ചറിവാണോ നിങ്ങളുടെ എല്ലാ വലിയ താരങ്ങളെയെല്ലാം, നിങ്ങളുടെ രാഷ്ട്രീയ താരങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയിലേക്ക് നിങ്ങളെപ്പോലെ ചിലരെങ്കിലും വിശ്വാസം അർപ്പിക്കുന്നത്? ലാല, ഈ ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു തീരുമാനമൊന്നും ഇല്ലാത്തൊരു കാര്യങ്ങൾ പറഞ്ഞ് അത് ചോദ്യമാക്കി മാറ്റരുത്. ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞ 1-2 കാര്യങ്ങൾ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഞാൻ ഇടയ്ക്ക് ഇടപെടാത്തതുകൊണ്ടാണ്.
അദ്ദേഹം മരുന്നുകളുടെ കാര്യം പറഞ്ഞു. 103 മരുന്നുകളുടെ വില കുറച്ച കാര്യം അദ്ദേഹം പറഞ്ഞില്ല. 10 പ്രാവശ്യം ഡീസലിനും പെട്രോളിനും വില കുറച്ച കാര്യം അദ്ദേഹം പറഞ്ഞില്ല. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരൊറ്റ സാധനങ്ങൾക്ക് പോലും വില കൂടിയിട്ടില്ല. അതായത് സംസ്ഥാനങ്ങൾ ഇന്ധന വില കുറഞ്ഞതനുസരിച്ച് വില കുറയ്ക്കേണ്ടതിന് പകരം കേരളത്തിലെ KSRTC 10 പ്രാവശ്യം ഡീസൽ കുറഞ്ഞതിന് ഒരു പൈസയെങ്കിലും ടിക്കറ്റിന് നിരക്ക് കുറച്ചു. ഏതെങ്കിലും വിപണിയിൽ ഇടപെട്ടുകൊണ്ട് കേരള ഗവൺമെന്റ് ഇന്ധന വില കുറഞ്ഞു, നിങ്ങൾ വില കുറയ്ക്കണമെന്ന് പറഞ്ഞു. ജനങ്ങളോട് പറഞ്ഞു വോട്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ല. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വേണ്ടി വരുന്നു. ലാല് വീണ്ടും കാതലായ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ എനിക്കിതിനൊരു മറുപടിയുള്ള പറയാൻ സന്ദർഭം തരാം. അത് കൊടുക്കണം. ഞാൻ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട ആനത്തലവട്ടത്തെ ഞാൻ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു. സഖാവിൻ്റെ പാർട്ടി 35 വർഷം പറഞ്ഞ് പശ്ചിമ ബംഗാളിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചോ? പശ്ചിമ ബംഗാളിലെ ലോക്കൽ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഇപ്പൊ കേരളത്തിൽ നേതാവ് ശ്രീ ശോഭാ സുരേന്ദ്രൻ കൂടി ചേർന്നിരിക്കുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, സുരേഷ് ഗോപി നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം മംഗളം ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിന് നരേന്ദ്രമോദി അദ്ദേഹത്തോട് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇനിയിപ്പോൾ പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടോ? നിങ്ങളത് ചർച്ച ചെയ്തോ? ഇതിനകത്ത് സുരേഷ് ഗോപി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സിനിമാ രംഗത്ത് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിരവധിയായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പാലക്കാട് അട്ടപ്പാടി പോലുള്ള മേഖലയില് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗ്രാമങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്ത് അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമാ താരം അദ്ദേഹത്തിന്റെ അനുഭവമാണല്ലോ കുറിപ്പായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചർച്ചയിൽ ആദ്യം മുതൽ കേട്ടിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് എതിർക്കേണ്ടതുമില്ല. ഇവിടെ പ്രശ്നം അതല്ല. BJP പോലെ ഒരു പാർട്ടിക്ക് അകത്ത് ഒരുപാട് പേർ മുൻപ് മന്ത്രിയായിരുന്നവർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നതുപോലെ LK അദ്വാനിയെ പോലുള്ള വലിയ ആളുകളെല്ലാം പ്രായത്തിന്റെ പ്രശ്നം കൊണ്ട് മാറ്റി നിർത്തിയതുപോലെ ഇനി കേരളത്തിൽ അങ്ങനെ വലിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കട്ടെ. ഇനി ആളുകളുടെ മുമ്പിൽ ഇത്തരത്തിൽ സഹായങ്ങളൊക്കെ ചെയ്ത് വലിയ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒന്ന് പയറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ BJP ആലോചിച്ചോ? അതോ നരേന്ദ്രമോദിയുടെ മാത്രം ചിന്തയാണോ അത്? അല്ല, അതിനകത്ത് BJPയെ സംബന്ധിച്ച് BJP ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വിപുലപ്പെടുത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. അതിനകത്തേക്ക് സിനിമാ താരങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള നേതാക്കന്മാർ, അതായത് പല പാർട്ടികൾക്കകത്തും പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുമൊക്കെ ആയിട്ടുള്ള പല ചർച്ചകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന്, പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടക്കും. അതെല്ലാം ഒരുപക്ഷെ ഓപ്പൺ ആയിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വിശദീകരിക്കാൻ പാർട്ടിയുടെ അവസരം തരൂ. ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞ വാചകം ഞാനൊന്ന് അവസാനിപ്പിക്കട്ടെ. അപ്പോ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനകത്ത് ഞങ്ങൾ പാർട്ടിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള ചർച്ചകളും കാര്യപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് പാർട്ടിക്കകത്ത് ഞങ്ങൾ ഉന്നത ബോഡിയിൽ ചർച്ച ചെയ്തോ ഇല്ലയോ എന്നതിനെ കുറിച്ച് എങ്ങനെയാണ് പരസ്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക? അപ്പൊ ചർച്ച ചെയ്തു, അത് പുറത്തേക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല, ചർച്ച ചെയ്തോ ചെയ്തില്ലയോ എന്നതിനെ കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനകത്തോ അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, ദേശീയ തലത്തിൽ ഒരു ബോഡിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് പുറത്തു പറയാൻ സാധിക്കില്ലല്ലോ. ശരി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ BJP നേതാക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സിനിമാ താരത്തിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക്? അല്ല, അങ്ങനെ പിന്നാലെ പോയി എന്നോ അതല്ലെങ്കിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തി എന്നൊന്നും ഇതിനർത്ഥമില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. അത് ആ അനുഭവക്കുറിപ്പ് അദ്ദേഹം ഇന്റർവ്യൂ ആയിട്ട് അദ്ദേഹത്തിന്റെ പുറത്തു വന്നിരിക്കുകയാണ്. അതല്ലാതെ ഇതിപ്പോ പാർട്ടി തീരുമാനമെടുക്കുകയോ അതല്ലെങ്കിൽ ആ തീരുമാനം പ്രഖ്യാപിക്കുകയോ ഒന്നും കേരളത്തിന്റെ മണ്ണിൽ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹികവും സാംസ്കാരികവും കലാപരവുമായിട്ടൊക്കെ പ്രവർത്തന രംഗത്തുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവകാശപ്പെടുന്നതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് വ്യക്തത ഉള്ളത്, അത് നമുക്ക് എടുക്കാവുന്നതുമാണ്. പാർട്ടി തീരുമാനമായി ഈ കാര്യം വരികയോ
അത് പ്രഖ്യാപിക്കുകയോ ഉണ്ടായിട്ടില്ല. മുതിർന്ന ആളുകളെ മാറ്റി നിർത്താനുള്ള തീരുമാനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് LK അദ്വാനിയെ പോലുള്ളവർ ദേശീയ തലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ താങ്കൾ വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ അജിത് കുമാർ എന്ത് മനസ്സിലാക്കണം? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ഇത്രയും നാൾ ഈ വലിയ നേതാക്കന്മാർ ഒക്കെ ഇപ്പോഴുള്ള സെറ്റപ്പ് ഉണ്ടായിട്ടും ബി ജെ പിക്ക് ഒരു അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്രയും അധികം വോട്ട് കിട്ടിയത് അത് ബി ജെ പി ഇവിടുത്തെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലല്ല, ഇവിടുത്തെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ പേരിലല്ല, അത് മോഡിയുടെ അക്കൗണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ, നേരെ രാജേഷും പറഞ്ഞ പോലെ, വിവിധങ്ങളായ ഇവരൊരു സ്റ്റിഗ്മയുണ്ട്, ഒരു ഹൈന്ദവ സ്റ്റിഗ്മയുണ്ട്. അത് പൊട്ടിച്ചെറിഞ്ഞ് പല മേഖലകളിലും രാജേഷ് പറഞ്ഞതിനകത്ത് LK അദ്വാനിയൊക്കെ മാറ്റി നിർത്തിയതുപോലെ കേരളത്തിലെ ആവശ്യമുണ്ട്, ആ പക്ഷത്താണ് താനെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഉറപ്പിച്ച് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നില്ല. അല്ല, ലാല ഒരു കാര്യമുണ്ട്. ഈ ബി ജെ പിക്ക് ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ, കാരണം ശക്തമായ രണ്ട് മുന്നണികൾ നിൽക്കുക, രക്ഷപ്പെടണമെങ്കിൽ ഈ മുന്നണികൾക്കുള്ളിൽ നിന്നും മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ആൾക്കാരെ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അതാണ് അമിത്ഷാ ചെയ്തത്, അതാണ് ബി ജെ പി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിലവിലുള്ള ഇപ്പോൾ കുറേ നേതാക്കന്മാർ തമ്മിൽ വീതം വെച്ചെടുക്കുന്ന എന്നും കുറേ നേതാക്കന്മാർ തന്നെയല്ലേ ബി ജെ പിയിൽ 5-10 വർഷമായിട്ട് ഭാരവാഹിത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എത്ര അടിസ്ഥാനപരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു? തീർച്ചയായും. എന്തായാലും കേരളത്തിലെ അത്തരം മാറ്റങ്ങൾ, പാർട്ടി സെറ്റപ്പിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരേണ്ടതിൻ്റെ ഒരു ആഹ്വാനം കൂടി ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ കാണാമോ ശ്രീ രാജേഷ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആനത്തലവട്ടം എന്തോ ഒരു കാര്യം പ്രതികരിക്കണം നേരത്തെ പറഞ്ഞിരുന്നു. അതെ, അപ്പം ഞാൻ പ്രതികരിക്കട്ടോ? തീർച്ചയായും. എൻ്റെ സ്നേഹം പറഞ്ഞത് ഡീസലിൻ്റെ വില 10 പ്രാവശ്യം കുറഞ്ഞെന്നാണ്. എൻ്റെ രാജേഷിനെ മനസ്സിലാക്കുക, ഇപ്പോൾ ഒരു 35 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ വിൽക്കാം. $120 ഒരു ബാരൽ എണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നപ്പോൾ നിശ്ചയിച്ച വിലയ്ക്കാണ് അതിൽ 2, 3, 4 രൂപ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ $60 ഒരു ബാരൽ എണ്ണ വിൽക്കുകയാണ്. 1 ലിറ്റർ പെട്രോളിന് 35 രൂപയ്ക്കോ 30 രൂപയ്ക്കോ വിൽക്കാവുന്ന അവസരത്തിൽ ഇപ്പോഴും 60, 65, 70 രൂപയ്ക്കാണ് വിൽക്കുക. അവിടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ മോഡി എന്താ ചെയ്തത്? എക്സൈസ് ഡ്യൂട്ടി കൂട്ടി. ആ കുറഞ്ഞ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറഞ്ഞ ഗുണം പോലും ഇവിടെ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടാതിരിക്കാൻ. അതല്ലേ വെച്ചാൽ രണ്ടാമത് മരുന്നുകളുടെ വില 100, 139 ഏതെങ്കിലും മരുന്നിന് കുറച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ദൈനംദിനം ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഹൃദ്രോഗത്തിനുള്ള മരുന്ന്, ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന്, ഡയബറ്റീസിനുള്ള മരുന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്ന അതിനുള്ള മരുന്ന്, 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടിരുന്ന മരുന്നിന് ഇപ്പോൾ 1,10,000 രൂപ എടുക്കണം ഒരു മാസം. ഒരു ക്യാൻസർ രോഗിക്കുള്ള മരുന്നിന് എത്ര ഭാരിച്ച വിലയാണ് വർദ്ധിപ്പിച്ചത്. ഇത് മരുന്ന് വാങ്ങി കഴിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം ചെയ്തിട്ട് വില കുറഞ്ഞു എന്ന് പറയുന്നത് ഏതിനാ വില കുറഞ്ഞത്? ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അറിയില്ല അവർ വാങ്ങുന്ന ഏതെങ്കിലും സാധനത്തിന് വില കുറഞ്ഞില്ല. രണ്ടാമത് നിങ്ങൾ പറയുന്ന ബംഗാളിൽ നിങ്ങൾക്ക് അറിയുമല്ലോ, മുമ്പ് സിദ്ധാർത്ഥ് ശങ്കറെ അധികാരത്തിലിരുന്ന അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടുവിൽ ജ്യോതി ബാസു വിഡ്രാ ചെയ്തു പോയതാണ്. അവിടെ ഒരു ഫാസിസ്റ്റ് വാഴ്ച തൃണമൂൽ കോൺഗ്രസ്, RSS, BJP, ബജ്രംഗ് ദൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി സകല പിന്തിരിപ്പൻ ശക്തികളും കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അതിജീവിച്ച് തിരിച്ചു വരും. അന്ന് ബംഗാളിൽ 1600 ആളുടെയാണ് കൊന്നത്. അതിനെ അതിജീവിച്ച് വന്ന ബംഗാളാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചു വരും. അത് കണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ BJP നേതാക്കളോട് കേരളത്തിൽ പൊരുതേണ്ടി വരില്ല, പകരം സിനിമാ താരങ്ങളുമായിട്ടും വലിയ സാംസ്കാരിക നായകരുമായിട്ടും ഒക്കെ ആയിരിക്കും പൊരുതേണ്ടി വരിക എന്നൊരു ആശ്വാസമാണോ, നിങ്ങൾക്ക് ഒരു നഷ്ടസ്വപ്നമാണോ? അത് ഒരു നഷ്ടസ്വപ്നമില്ല. കാരണം ഇതിനെ സംബന്ധിച്ച് അന്നും സുരേഷ് ഗോപിയെ വിമർശിച്ചപ്പോൾ ഞാൻ വസ്തുതാപരമായി പറഞ്ഞത് ഇതൊരു അവസരവാദ രാഷ്ട്രീയമാണ് എന്നാണ്. അവസരവാദ നിലപാട് സ്വീകരിക്കുന്നത് ആരാണോ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ പാർട്ടികളുടെ കടമയും ബാധ്യതയും. ഇല്ലെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. ഇപ്പം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിൽ മറ്റൊരു നേതാവുണ്ട്, അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം പണ്ട് CPMൻ്റെ MLA ആയിരുന്നു. MLA സ്ഥാനം വരെ രാജിവെച്ച് മോഡിയുടെ ടീമിലേക്ക് പോയ ഒരാളായിട്ടാണ് അൽഫോൺസ് കണ്ണന്താനം അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അവസരവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ അന്തസത്ത നശിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂട്ടുനിൽക്കരുത് എന്ന് മാത്രമേ. തീർച്ചയായിട്ടും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രമാണ്. VV രാജേഷിന് മറുപടി ഉണ്ടാകും. എന്തായാലും VV രാജേഷ് നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് തന്നെ ചർച്ച ചെയ്യേണ്ടി വരുമോ, അത് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റാണെങ്കിൽ അത് തിരുത്താൻ താങ്കൾക്ക് ഇപ്പോഴും സമയമുണ്ട്. എന്തായാലും തൽക്കാലം തെറ്റുകളൊന്നും അവശേഷിക്കാതെ ഈ ചർച്ച പൂർണ്ണമാകുകയാണെന്നാണ് VV രാജേഷിൻ്റെ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
എന്തായാലും സുരേഷ് ഗോപി BJP-യിലേക്ക് രാജ്യസഭാ മെമ്പറാക്കാനും മന്ത്രിയാക്കാനുമുള്ള തീരുമാനം മോഡി നേരത്തെ സൂചിപ്പിച്ചിരുന്നുവെന്ന് സുരേഷ് ഗോപി. താൻ BJP-യിൽ ചേരുന്നതിൻ്റെ ഉത്തരവാദിത്തം തൻ്റെ കോലം കത്തിച്ചവർക്കാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വെളിപ്പെടുത്തൽ ദിനപത്രത്തിലാണ് ഉണ്ടായത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അജിത് കുമാർ, ശ്രീ ആനത്തലവട്ടം, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ VV രാജേഷ് എന്നിവർക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനും നന്ദി. സോളാർ കേസിൽ കമ്മീഷൻ വിസ്താരത്തിന് വിധേയനാകുന്ന മുഖ്യമന്ത്രിയുടെയും ബാർ കോഴ ആരോപണ വിധേയനായ KM മാണിയുടെയും രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ജനുവരി 5-ന് സെക്രട്ടേറിയറ്റ് ധർണ നടത്താനും LDF യോഗത്തിൽ തീരുമാനമായി. സോളാർ കേസ് അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ കേസിൽ മുഖ്യമന്ത്രിയെ വിസ്തരിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലെന്ന് LDF യോഗം വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും ജനുവരി 5-ന് ധർണ നടത്താനും LDF യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയെ വിസ്തരിക്കാനുള്ള കമ്മീഷന്റെ തീരുമാനം LDF മുൻപ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്നതാണെന്ന് LDF വിലയിരുത്തി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ തന്നെ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്യുന്ന അത്യപൂർവമായ സാഹചര്യമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ബാർക്കോഴ ആരോപണ വിധേയനായ KM മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്തി മുൻപോട്ടു പോകാനും LDF യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിയമസഭയിൽ ഗണേഷ് കുമാർ MLA മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും LDF ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടത് MPമാർ പ്രധാനമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ടയർ ലോബിയുടെ താൽപര്യം സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്തിരിയണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നെല്ല് സംഭരിച്ച പണം കർഷകർക്ക് ഉടൻ നൽകണമെന്നും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെയും യോഗം പ്രമേയം പാസാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ SR ശക്തിധരൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ആനത്തലവട്ടത്തിലേക്ക്. ഇടതുമുന്നണി തീരുമാനിച്ച 5-ാം തീയതിയത്തെ സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും ധർണയുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി രാജിവെക്കണം, KM മാണി രാജിവെക്കണം. സോളാർ കേസിലെ കാര്യം വരെ വിസ്താരത്തിന് വിധേയനാകുന്ന മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് വ്യക്തമായി പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? ഇന്നത്തെ LDF യോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? ഇന്നത്തെ LDF യോഗം പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാണ് മുഖ്യമന്ത്രി രാജിവെക്കണം. അതുപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ ആരോപണത്തിന് വിധേയനായ പൊതുമരാമത്ത് മന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത് മദ്യവുമായി ബന്ധപ്പെട്ട മോണിയുടെ പ്രശ്നം അതുപോലെ തന്നെ സജീവമായി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ മന്ത്രിമാരെല്ലാം തന്നെ അഴിമതിക്കും അതുപോലെ ആളുകളെ വഞ്ചിക്കുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൻ്റെ കേന്ദ്രമായി മാറിയതിനുമൊക്കെ എതിരായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നടന്നു വരുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളുടെയും തുടർച്ചയാണ് വീണ്ടും ഇന്ന് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത്. അതിപ്പോൾ തീരുമാനിക്കാൻ കാരണം സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അന്ന് ഞങ്ങളതുപോലെ സഹകരിക്കില്ലെന്ന് പറഞ്ഞു ഇടതുപക്ഷ മുന്നണി. കാരണം മുഖ്യമന്ത്രി ആ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനോ എൻ്റെ ഓഫീസോ ഈ അന്വേഷണ പരിധിയിൽപ്പെടില്ല. അങ്ങനെ ഒരു കമ്മീഷനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നിരിക്കുന്നത്. ആ തട്ടിപ്പിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന 2-3 ആളുകളെ പുറത്താക്കേണ്ടി വന്ന ജോപ്പനെയും ജിക്കുമോനെയും സലിം രാജിനെയും ഒക്കെ. എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് ഞാനോ എൻ്റെ ഓഫീസിനകത്ത് പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ കമ്മീഷൻ തെളിവുകൾ ശേഖരിച്ച് വന്നപ്പോൾ അവർക്ക് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ തന്നെ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെയും ഈ അന്വേഷണ പരിധിയിൽപ്പെടുത്തണം, മാത്രമല്ല അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണപ്പെടുത്തണം എന്ന് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി MLA-മാരെയൊക്കെ സമൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MP-മാരെ സമൻ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ഹാജരാകാനും തെളിവ് കൊടുക്കാനും ആവശ്യപ്പെടുകയുണ്ടായി. ഇന്ത്യയിലെ വക്കീലന്മാരുടെ സംഘടന ലായേഴ്സ് യൂണിയൻ ഇക്കാര്യത്തിൽ
ആദ്യമേ തന്നെ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നെല്ലാം കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ചീറ്റിങ്ങിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരു കേന്ദ്രമായി തൻ്റെ ഓഫീസ് മാറി എന്നുള്ള ആക്ഷേപത്തിൻ്റെ മേലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നേരിടുമ്പോൾ ആ കസ്റ്റഡിയിൽ ഇരിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? തീർച്ചയായിട്ടും തിരിച്ചെത്താം. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ LDFൻ്റെ ഇന്നത്തെ തീരുമാനം അനുസരിച്ച് സോളാർ കേസിൽ വിസ്താരത്തിന് വിധേയനാകുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം. ഒപ്പം കോഴ ആരോപണത്തിന് വിധേയനായിരിക്കുന്ന ശ്രീ KM മാണിയും. ഇത്തരം കാര്യവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് പോകുന്ന വർഷം, പ്രാദേശിക തെരഞ്ഞെടുപ്പിന് പോകുന്ന വർഷം, ഒപ്പം അത് കഴിഞ്ഞാൽ ഉടനെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും വരാൻ പോകുന്നു. ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വിഷയങ്ങൾ കൊണ്ടുവരികയാണ് ഇടതുമുന്നണി. യഥാർത്ഥത്തിലുള്ള ഒരു നിരീക്ഷണമാണ് ശ്രീ ലാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ മുമ്പിലും ഈ ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം ലഭിക്കുമോ എന്ന ഒരു നേരിയ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രക്ഷോഭത്തിന് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ആർക്കും പച്ചയായി മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. ഒരു വസ്തുത ഞാൻ ആദ്യമേ പറയാം. ഇവിടെ എവിടെയാണ് ഒരു കേസ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. അതേപോലെ തന്നെ വിസ്തരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവവും ഇവിടെ ഇല്ല. പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ജുഡീഷ്യൽ കമ്മീഷൻ, ആ കമ്മീഷന്റെ മുന്നിൽ ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പച്ചയായ വാസ്തവവിരുദ്ധമായ ഒരു സമീപനമാണ്. മുഖ്യമന്ത്രി പറഞ്ഞു, എന്നെ ഓഫീസ് ഉൾപ്പെടുത്തണം, എന്നെ ഉൾപ്പെടുത്താം, യാതൊരു പരാതിയുമില്ല, എനിക്കതിനെ കുറിച്ച് പ്രക്ഷോഭത്തിന് പരാതിയില്ല, മറിച്ച് അന്വേഷണത്തിനും ആരൊക്കെ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇന്ന് വരെ ഈ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ എൻക്വയറി കമ്മീഷൻ അയച്ച നോട്ടീസിന് മറുപടി കൊടുക്കാൻ പോലും, അതിൽ സഹകരിക്കുമെന്ന് പറയാൻ പോലും ഇതുവരെ ഇടതുപക്ഷ മുന്നണിയുടെ MLA-മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അന്വേഷണം എന്ന് പറയുന്നതും കേസ് വിചാരണ എന്ന് പറയുന്നതും വാക്കുകൾ വളരെ പരസ്പര വിരുദ്ധമായി ഉപയോഗിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കി ഒരു മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സമൂഹ മധ്യത്തിൽ അദ്ദേഹത്തെ ഇടിച്ചു താഴ്ത്തുക തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്ന ഒരൊറ്റ വസ്തുതാപരമായ സമീപനം വെച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭമെടുക്കുന്നത്. തിരിച്ചെത്താം ശ്രീ സുരേഷ് ബാബു. ശ്രീ SR ശക്തിധരൻ, ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അതൊരു കുറ്റമായി കാണേണ്ടതുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ചർച്ച കൊണ്ടുവന്ന് ജനങ്ങളുടെ കോടതിയിൽ തന്നെ അതിന് വേണ്ട ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നതെങ്കിൽ അത് ഒരു തെറ്റായി കാണേണ്ടതാണോ, അതോ അതാണോ അവരുടെ ധർമ്മം? അത് മാത്രമല്ല, ശ്രീ സുരേഷ് ബാബു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് തുറന്ന പുസ്തകം പോലെ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ വീണ്ടും അവരെ കളങ്കപ്പെടുത്താനുള്ള ഒരു തീരുമാനമായി ഇടതുമുന്നണി ഈ കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണോ? ഇതൊന്നും ഇടതുമുന്നണി കൊണ്ടുവന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒന്നുമല്ല. ഇതെല്ലാം സ്വയംകൃതാനത്തിന് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ തുടർന്ന് വന്നിട്ടുള്ള കേസുകളാണിത്. ആ കേസിൽ മുഖ്യമന്ത്രിയുടെ ആനത്തലവട്ട ആനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ആഫീസിന് യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ പരസ്യമായി രാജ്യത്തിലെ ജനങ്ങളോട് പ്രഖ്യാപിച്ച ഒരു മുഖ്യമന്ത്രിയാണത്. അദ്ദേഹം അത് അവസാനം ആ സമരത്തിൻ്റെ മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ച് എല്ലാവരെയും കബളിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷത്തെയും കബളിപ്പിക്കാം എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോയതാണെന്നും എല്ലാവർക്കും അറിയാം. അദ്ദേഹം അവസാനം പറഞ്ഞെന്താ, മുഖ്യമന്ത്രിയുടെ ആഫീസിനെ ഉൾപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതും ഈ രാജ്യത്തെ ജനങ്ങൾ കേട്ടതാണിതെല്ലാം. അങ്ങനെയുള്ളൊരു കേസ് അദ്ദേഹം തന്നെ നിയമിച്ചൊരു ജുഡീഷ്യൽ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിനകത്ത് ധാർമ്മികമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി, പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നമ്മുടെ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഈ ഭരണം എന്ന് പറയുന്നത് യാതൊരുവിധ മൂല്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറല്ലാത്തൊരു ഭരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് രാജ്യത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അവരെ പിന്തുണർച്ച എന്ന വിഭാഗങ്ങൾ പോലും അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഈ ഗവൺമെൻറ് പറയുന്നത് എന്താണ്. ഇന്ന് മറ്റേ ഒരു പിതാവ് പറഞ്ഞതാണല്ലോ, ഈ മുഖ്യമന്ത്രി പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല.
സമ്പൂർണ്ണ മദ്യനിരോധനം പറഞ്ഞ മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് പിന്നോക്കം പോയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംസ്ഥാനത്തും ഒരു സമയത്തുമാണ് നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കും. തീർച്ചയായും ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ ശ്രീ SR ചൂണ്ടിക്കാട്ടിയതുപോലെ UDF ഒപ്പം നിൽക്കുന്നവർക്ക് എങ്കിലും അത് മനസ്സിലാകണ്ടേ എന്തുകൊണ്ട് ചില നയങ്ങൾ എടുക്കുമ്പോൾ, ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ UDF പിന്തുണയ്ക്കുന്നത് എന്ന് കരുതപ്പെടുന്ന വിഭാഗങ്ങൾക്ക് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലേണ്ടി വരുന്നു. അവർ പറഞ്ഞതിൽ തൃപ്തനാണെന്ന് പറയേണ്ടി വരുന്നു. കൃത്യമായ ഉത്തരങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വരുന്നില്ല. അതൊക്കെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ അത് ഉപയോഗപ്പെടുത്തും. അതിനെ പിന്നെ കളിയാക്കിയിട്ട് കാര്യമുണ്ടോ? അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അത് ജനങ്ങളുടെ കോടതിയല്ലേ, അവിടെ തന്നെയല്ലേ അവർ അത് ചൂണ്ടിക്കാട്ടേണ്ടത്. നേരെ മറിച്ച് അവർ റോഡിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴാണല്ലോ അത് നിയമം കയ്യിലെടുക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവസരം. ഞാൻ ശ്രീ ലാലിന്റെ ഈ നിരീക്ഷണത്തോട് യോജിക്കുക. പ്രതിപക്ഷം അതിന്റെ ധർമ്മം നിർവഹിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിൽ ഒരു പരിഭവമില്ല. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് തരത്തിലുള്ള പ്രക്ഷോഭം നടത്തുന്നതിനും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. കാരണം ഒരുപടി സമരം ഈ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത അന്ന് തുടങ്ങി ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ നിരവധി സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയതാണ്. നമ്മൾ കണ്ടതില്ലേ, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുള്ള വഴികൾ തടഞ്ഞ് മാർഗതടസ്സമുണ്ടാക്കിയപ്പോ ഒരേ ഒരു ധീരയായ വനിത ചൂലെടുത്തപ്പോ ആ സമരം നിർത്തിപ്പോയതും കേരളം കണ്ടതല്ലേ. അത് ആർക്കൊന്നും മറക്കാൻ കഴിയുന്ന വസ്തുതകളല്ലല്ലോ. ഞാനിതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ പ്രതിപക്ഷത്തിന് ഇപ്പോൾ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന സമരത്തിനോട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. പക്ഷേ ഒരു വസ്തുത, മുഖ്യമന്ത്രിയുടെ ഓഫീസ് യാതൊരു തരത്തിലും ഇൻവോൾവ് ഇത്തരം സംഭവങ്ങളിൽ ഇട്ടിട്ടില്ല എന്നത് തന്നെയാണ് അന്നും ഇന്നും മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും അഭിപ്രായം. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി ഈ അന്വേഷണ പരിധിക്കകത്ത് പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അത് പെടുത്താൻ തയ്യാറാകുന്നത്. ശ്രീ PM സുരേഷ് ബാബു, ഇത് സോളാർ കേസിന്റെ മാത്രം കാര്യമല്ലല്ലോ, മറ്റ് പല കാര്യങ്ങളും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് വന്ന മദ്യത്തിന്റെ പേരിൽ ബാർ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിന്റെ കാര്യത്തിൽ അതിൽ ആഭ്യന്തരമന്ത്രി തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ കുറ്റവിമുക്തനാക്കി ആദ്യമേ പ്രഖ്യാപിക്കുന്ന മന്ത്രിയോടൊപ്പമാണ് മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. അത്തരം അന്വേഷണങ്ങളെ എങ്ങനെ ജനം വിശ്വസിക്കും? അവിടെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കൂടുതൽ വിശദമായ വലിയ രീതിയിലുള്ള അന്വേഷണം വേണം, വിശ്വസനീയത ഉണ്ടാകുന്ന രീതിയിൽ അന്വേഷിക്കണം എന്ന്. അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ലാൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട SR സെക്രട്ടറി, അദ്ദേഹം എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം നാളെ പറയുമോ എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ ആ വരുന്ന ഭരണത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഒരു ആക്ഷേപം പറഞ്ഞാൽ അപ്പോൾ തന്നെ രാജിവെച്ച് അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് പറയാൻ തീർച്ചയായിട്ടും ശ്രീ സുരേഷ് ബാബു, അത് വ്യക്തമായി ശ്രീ ആനത്തലവട്ടം തന്നെ മറുപടി പറയട്ടെ. ശ്രീ ആനത്തലവട്ടം, ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ എന്നെങ്കിലും ഒരിക്കൽ, നാളെയാണെന്ന് അദ്ദേഹം കരുതുന്നില്ല, ഒരുപക്ഷെ 2016 അദ്ദേഹം ഉദ്ദേശിച്ചത്. അന്ന് LDF അധികാരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെ ആർക്കെങ്കിലും എതിരായിട്ട് ഒരു ആരോപണം വന്നാൽ രാജിവെച്ച് അന്വേഷണത്തെ നേരിടുമോ? ഒരു മാതൃക ഇതിനകത്ത് ഉണ്ടാകുമോ? അതൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന് എപ്പോഴുള്ളവർക്കുള്ളത്. അതുകൊണ്ട് ഇവിടെയും ഉണ്ടാകുന്നില്ല. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സുരേഷ് ബാബു ഈ വസ്തുതകളെ വളച്ചൊടിക്കുകയാണ്. സുരേഷ് ബാബു പറയണം, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എന്നെക്കുറിച്ചും എൻ്റെ ആഫീസിനെ കുറിച്ചും അന്വേഷിക്കാൻ. അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്ന്. അദ്ദേഹത്തിൻ്റെ ആഫീസ് ഈ തട്ടിപ്പ് കേസുമായി ഒരു ബന്ധമില്ലെങ്കിൽ എന്തിനാ ജിക്കുമോനെ പുറത്താക്കിയത്, എന്തിനാ ജോപ്പനെ പുറത്താക്കിയത്, എന്തിനാ സലിം രാജിനെ പുറത്താക്കിയത്, പിന്നെ എന്തിന് മുഖ്യമന്ത്രി ഭയക്കണമായിരുന്നു? എൻ്റെ ആഫീസോ ഞാനോ പെടില്ലെന്ന് പറഞ്ഞ് എന്തിന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ആഫീസും ഞാനും അന്വേഷണത്തിന് വിധേയനാകാമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാത്ത കാര്യം എന്തിനാണ് എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബു മുഖ്യമന്ത്രിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്നത്? ഇപ്പോൾ കോടതിയല്ലേ, ജുഡീഷ്യൽ കമ്മീഷനാണ് മറ്റുള്ളവരെന്ന് തെളിവെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസ് അതിൽ മുഖ്യമന്ത്രിയും ഇതിനകത്ത് അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ടെന്ന് കണ്ട് അന്വേഷണം തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളാരും അല്ലല്ലോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു വിഷയമില്ലാത്തത് കൊണ്ടാണ്, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ കൂട്ടത്തെ ഒന്നുകൂടെ പറയുണ്ടായി, നിങ്ങൾ നടത്തിയ സമരങ്ങളെല്ലാം തോൽപ്പിച്ചല്ലോ എന്ന്. ഞാൻ എൻ്റെ സുരേഷ് ബാബുവിനോട് പറയട്ടെ, ജനങ്ങൾ നടത്തിയ സമരങ്ങളെല്ലാം ഞാൻ പരാജയപ്പെടുത്തിയെന്ന് പറയുന്ന ഒരു ഭരണാധികാരിക്ക് ഭൂഷണമാണോ?
അങ്ങനെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആയിരുന്നില്ലേ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും? 10 വർഷമായി ഭരിക്കുന്ന അവസരത്തിൽ എത്ര സമരം നടത്തി, കോടിക്കണക്കിന് ആളുകൾ നടത്തി, INTUC ഉൾപ്പെടെ ചേർന്ന് ഞങ്ങൾ നടത്തിയ സമരങ്ങളെ മുഴുവൻ നിങ്ങൾ പരാജയപ്പെടുത്തിയില്ലേ? ഏതെങ്കിലും ഒരാവശ്യം അംഗീകരിച്ചോ? എന്താ നെറ്റ് റിസൾട്ട്? അവസാന ഫലം 544 അംഗസംഖ്യയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ 42 അംഗസംഖ്യയുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ വെറും 44 സീറ്റ് വാങ്ങി ഒരു മൂലയിൽ ഒതുങ്ങേണ്ടി വന്നില്ലേ? ആ സമരത്തിൽ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആവശ്യം അംഗീകരിച്ചെങ്കിൽ ഈ ഗതികേട് കോൺഗ്രസ്സിന് വരുമായിരുന്നോ? അതുകൊണ്ട് ഇവിടെയും ഉമ്മൻചാണ്ടി എല്ലാ സമരങ്ങളെയും പരാജയപ്പെടുത്തിയത് ഒരു അഹങ്കാരമായി അഭിമാനമായി നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 16 സീറ്റ് ഉണ്ടായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ 12ആയി? 4 സീറ്റ് എങ്ങനെ പോയി? പ്രതിപക്ഷത്തിനുണ്ടായിരുന്ന 4 സീറ്റ് എങ്ങനെ 8ആയി വർദ്ധിച്ചു? ജനങ്ങൾ മാറി ചിന്തിച്ചു. അത് ജനങ്ങളെ തോൽപ്പിക്കല്ലേ, ഇത് ജനങ്ങളാണ് അക്കാര്യത്തിൽ വിജയിക്കുന്നത്. ഞങ്ങൾക്ക് ആ ഉത്തമമായ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ശ്രീ PM സുരേഷ് ബാബു, ഒരുപക്ഷെ അങ്ങനെ ആ ജനങ്ങളെ വീണ്ടും മൊബിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇടതുമുന്നണി യോഗം ചേർന്ന് ശക്തമായ സമരവുമായിട്ടൊക്കെ വരുന്നത്. ഇത് ചർച്ചകളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യപരമായ ഒരു രീതി. അതിൻ്റെ മുമ്പിലും ഒരുപക്ഷെ നേരത്തെ ഭരണപരമായ ഒരു തലപ്പത്തിരുന്നു കൊണ്ട് മുഖ്യമന്ത്രി ഞാൻ രാജിവെക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ജനങ്ങളുടെ മുമ്പിൽ ആ ചർച്ച വരുമ്പോൾ അവിടെ അതിനെ വിശദീകരിക്കുക തന്നെയല്ലേ വേണ്ടത്? ചോദ്യങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് ഒരു യുക്തിസഹമായ മറുപടി തന്നെയല്ലേ നൽകേണ്ടി വരിക? അല്ലാതെ നിങ്ങളുടെ സമരം ഇതുവരെ വിജയിച്ചിട്ടുണ്ടോ, അതുകൊണ്ട് ഇനിയും വിജയിക്കാൻ പോകുന്നില്ല എന്ന് ആനത്തലവട്ടത്തെ പോലുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ എടുക്കുന്ന ഒരു രീതി കണ്ടില്ലേ? അവിടെ നിങ്ങൾ അന്തിമമായി വിജയിക്കുമോ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അവർകൾ സംസാരിച്ച സംസാരത്തിന്റെ രീതിയോട് എന്റെ പരാമർശത്തിൽ ഞങ്ങൾ ഈ സമരത്തെ ഒക്കെ പരാജയപ്പെടുത്തി യാഥാർത്ഥ്യവുമില്ല. സ്വയം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സമരം സ്വയം നിർത്തിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം ആലോചിക്കുന്നത് നന്ന് അവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, കോൺഗ്രസിനും വേണ്ടിയല്ല, UDFനും വേണ്ടിയല്ല. ഇങ്ങനെ എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്ന ഒരു സമരം സ്വയം നിർത്തിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നത് അതിന് ജനമനസ്സുകളിൽ കടന്നു കയറാൻ കഴിയുന്നില്ല. കാരണം സമരത്തിൽ ഉയർത്തുന്ന മുദ്രാവാക്യം, സമരത്തിൽ ഉയർത്തിയ ആവശ്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ബാബു, അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക ജനങ്ങളുടെ സമ്മതിദാന വിനിയോഗ സമയത്ത് തന്നെയാണ്. അത്തരത്തിൽ ഈ കേരള സംസ്ഥാനത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെയാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെയുള്ള നിലപാടുമായി വരുന്നത്. അവിടെ ഇപ്പോൾ മുൻകൂട്ടി കണ്ട് സമരം പരാജയപ്പെട്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ തോറ്റു എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, അതാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ പാർട്ടിക്ക് 44 സീറ്റായി പോയതിനെ കുറിച്ച് പറയുമ്പോ ശ്രീ ആനത്തലവട്ടത്തിന്റെ പാർട്ടിക്ക് എങ്ങനെ 9 സീറ്റായി എന്നത് അദ്ദേഹവും കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ? നമ്മുടെ 2 പാർട്ടികളും, ശ്രീ ആനത്തലവട്ടത്തിന്റെ പാർട്ടിയും എന്റെ പാർട്ടിയും ഒരുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കുറയുകയാണ്, നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അവിടെ വളരുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് എന്ന തിരിച്ചറിവ് CPM ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ ക്ഷേമത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ ക്ഷേമത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദന്റെ പാർട്ടിക്ക് ആനന്ദിക്കാൻ കഴിയുന്നത് ഇവിടെ വളരുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ് എന്ന തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും അങ്ങോട്ട് മരുന്നിട്ട് കൊടുക്കുകയാണോ ശ്രീ സുരേഷ് ബാബു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതികരണം എടുക്കേണ്ടത്. വർഗീയത വളരാത്ത സംസ്ഥാനം കേരളം, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഈ സംസ്ഥാനമാണോ എന്നുള്ളത് ആനത്തലവട്ടത്തിന് വീണ് കിട്ടിയ ഒരു വടി പോലെ അദ്ദേഹം ആനന്ദിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടു, ഒരു ഉത്തരം പറയാനുള്ളൊരു കൊതി. അതിനു മുമ്പ് ശ്രീ SRലേക്ക് വരേണ്ടതുണ്ട്. SR ശക്തിധരൻ, ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഈ LDFൻ്റെ ഇത്തരം തീരുമാനങ്ങൾ വന്ന് അവർ പ്രക്ഷോഭത്തിൽ പോകുന്ന ഘട്ടത്തിൽ എപ്പോഴും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതിൽ വലിയ കാര്യമില്ല, തുറന്ന പുസ്തകം പോലെയാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അന്വേഷണത്തിനെ നേരിടാൻ തയ്യാറാണ്. പക്ഷേ ശ്രീ ആനത്തലവട്ടം പറഞ്ഞതുപോലെ അവിടെ എന്തുകൊണ്ട് പിന്നെ ഓഫീസിലുള്ളവരെ പുറത്താക്കി എന്നുള്ള മറുചോദ്യം വരുന്നുണ്ട്. എന്നാലും ഈ കാര്യത്തിൽ വലിയ സമരമുറകളിലേക്ക് പോയതുകൊണ്ട് കാര്യമില്ല എന്നുള്ള ആവർത്തനമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ വരുന്നത്. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ? അതോ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ സഭകളുടെ മുമ്പിലും ബിഷപ്പുമാരുടെ മുമ്പിലും ഒക്കെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചാൽ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുമോ? അല്ല, അതാണ് ഈ കോൺഗ്രസിൻ്റെ ഈ ഗതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എത്തിച്ചതെന്ന് നാം ആദ്യം മനസ്സിലാക്കണം.
അവർ ഈ രാജ്യത്തിലെ വർഗീയ ശക്തികളെ പ്രകടിപ്പിക്കുന്ന നയം ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്ക് അത് തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ വർഗീയ ലഹളകളുടെയും പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചുള്ളത് കോൺഗ്രസിൻ്റെ ചില നടപടികളും അവരുടെ ചില തീരുമാനങ്ങളുമൊക്കെയാണ്. അതെല്ലാവർക്കും ഞാനിപ്പോൾ ആ പഴയ കഥകളിലേക്കൊന്നും പോകുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികളെ ശക്തമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കാൻ അവർ തയ്യാറല്ല. അതുതന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭരണം അല്ലെങ്കിൽ NDFന് അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള അവസരം, പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് വരാനുള്ള സൗകര്യം സൃഷ്ടിച്ചു കൊടുത്തത് കോൺഗ്രസിൻ്റെ ഈ ചാഞ്ചാട്ട നയങ്ങളായിരുന്നു എന്നുള്ളത് ഇവിടെ ആനത്തലവട്ടാനൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നിങ്ങനെ ഒരു ദയനീയാവസ്ഥയിൽ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ആനപ്പുറത്തിരിക്കുമ്പോൾ ഒന്നിനെയും പേടിക്കേണ്ട എന്നുള്ളൊരു ധാരണയിലാണ് ഈ UDF ഭരണം, അതിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നവരാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. നിയമത്തിനോട് എന്തെങ്കിലും, നിയമവാഴ്ചയോട് എന്തെങ്കിലും ബഹുമാനം, തരുമ്പ് വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സ്വമേധയാ മുഖ്യമന്ത്രിയുടെ ആഫീസും ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്, മുഖ്യമന്ത്രിയും ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനം മര്യാദ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകുക എന്നുള്ളത് ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിട്ടുള്ള പല മുഖ്യമന്ത്രിമാരും ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളുണ്ടായപ്പോൾ അതിനോട് ബഹുമാനം പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ട്. ഇത് ബഹുമാനം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയുന്ന ആളുകളെ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു സമീപനമാണ്. തീർച്ചയായിട്ടും ശ്രീ ആനത്തലവട്ടം, എന്തായാലും LDF അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, രാജിവെക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഇങ്ങനെ രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവശേഷിക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരാണ് കേരളത്തിൽ ഉള്ളത്. ഇങ്ങനെയുള്ള സർക്കാരിനെയൊക്കെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് വഴി, കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നത് വഴി വർഗീയ ശക്തികൾക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നു LDF എന്നുള്ള ആരോപണം വരെ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നു. അല്ല, എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബു ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന് തോന്നുന്നു. വേറൊരു ചോദ്യം ചോദിച്ചതിന് ഞാൻ കഴിഞ്ഞ തവണ മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ എന്ന് വരുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വലിയ ആശങ്കയുണ്ട്. എനിക്ക് ആശങ്കയില്ല. ആ ഗവൺമെൻറ് വന്നാൽ ഇതുപോലെ ഒരു ആരോപണം വന്നാൽ രാജിവെക്കുമോ രാജിവെക്കുമെന്ന് പറയാമോ? എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബുവിന് അറിയില്ലേ, നയനാർ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന 2 മന്ത്രിമാർ, ഒന്ന് ജോസഫ്, മറ്റൊന്ന് നീലലോഹിതദാസ് നാടാർ, ആക്ഷേപം വന്നപ്പോൾ രാജിവെക്കാൻ പറഞ്ഞ് രാജിവെപ്പിച്ച കഥ ഓർമ്മയില്ലേ? ആരോപണം വന്നപ്പോൾ തന്നെ രാജിവെച്ച കോൺഗ്രസിൽ തന്നെ പഴയ ആൾക്കാരുണ്ടല്ലോ. വിശ്വനാഥൻ രാജിവെച്ചത്, ശ്രീ AK ആന്റണിക്ക് നേരെ പഞ്ചസാര കുംഭകോണം വന്നപ്പോൾ ഒരു അന്വേഷണം നടത്താതെ രാജിവെച്ച പാരമ്പര്യം ഉണ്ടല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ. ഞങ്ങളുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന അവസരത്തിൽ ആരോപണത്തിന് വിധേയരായ മന്ത്രിമാരെ രാജിവെപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഗവൺമെൻറ് വന്നാൽ ഇതുപോലെ പണി ചെയ്യുന്ന ആരെങ്കിലും ആ മന്ത്രിസഭ ഉണ്ടായാൽ രാജിവെപ്പിക്കുന്നുള്ള കാര്യത്തിൽ സുരേഷ് ബാബുവിന് യാതൊരു സംശയവും വേണ്ട. ശ്രീ സുരേഷ് ബാബു കേൾക്കാമോ? രണ്ടാമത്തെ കാര്യം, അതിനൊരു മറുപടി പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. ഇദ്ദേഹം വല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നയനാർ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർക്കെതിരെ ക്രിമിനൽ കേസ് വന്നപ്പോഴാണ്, ക്രിമിനൽ കേസാണ് ഇത് പ്രതിയായിട്ടാണ് ഞാൻ മറ്റൊരു ചാനൽ കാണാനിടയായി. മുഖ്യമന്ത്രിയെ പ്രതിയായിട്ടാണ് വിസ്തരിക്കുന്നത് എന്നാണ് ഒരു ചാനലിൽ CPM നേതാവ് പറയുന്നത്. ഈ കേസ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ പ്രതിയില്ല. പ്രതി എന്ന് പറയുന്ന ഒരു സ്ഥാപനമില്ല. എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന ചുമതലയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമപരമായ സാങ്കത്യം. ശ്രീ സുരേഷ് ബാബു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീ KM മാണിയെ കുറിച്ചുള്ള കേസിനെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയെ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് അദ്ദേഹം നിരപരാധിയാണ് എന്നാണ്. അന്വേഷിക്കുന്ന ഒരു ഏജൻസിയുടെ തലപ്പത്തുള്ള മന്ത്രിമാർ തന്നെ അങ്ങനെ പറയുമ്പോൾ അതിൽ വിശ്വാസ്യത ഉണ്ടാകുമോ? അവിടെ താങ്കൾ പറയുന്ന പോലെ ഒരു കേസ് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, കേസിന്റെ കാര്യത്തിൽ ഒരു ക്രിമിനൽ കേസിലോ എന്തെങ്കിലും ഒരു ആക്ഷേപം വന്നാലോ എന്റെ ബോധ്യം എനിക്ക് പറയാലോ. ആ ബോധ്യം വെച്ചുകൊണ്ട് ഞാൻ ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ലേ നോക്കേണ്ടതുള്ളൂ. കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല
ഈ അന്വേഷണത്തിന്റെ അകത്ത് ഇടപെടുന്നു എന്ന ഒരു ആക്ഷേപം ഈ നിമിഷം വരെ ഇല്ല. പക്ഷേ ശ്രീ സുരേഷ് ബാബു, മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയൊക്കെ ജനങ്ങൾ എടുക്കുക ഇത്തരം സന്ദർഭങ്ങളിലാണ്. കേസിൽ കോടതിയിൽ തോക്കുന്നുണ്ടോ ജയിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. രാജിവെക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അവരുടെ മുമ്പിൽ പ്രശ്നമല്ല. ആര് ജയിക്കുന്നു ചാനൽ ചർച്ചകളിൽ നിന്നുള്ളത് അവരുടെ മുമ്പിൽ പ്രശ്നമല്ല. പക്ഷേ അവരുടെ മുമ്പിൽ മൂല്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ മൂല്യങ്ങളിൽ ആര് ഉറച്ചു നിന്നു, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മൂല്യാധിഷ്ഠിതമായി ആര് തീരുമാനമെടുത്തു എന്നൊക്കെയുള്ള ചർച്ച വരില്ലേ? തീർച്ചയായിട്ടും വരും. മൂല്യാധിഷ്ഠിതമായ നിലപാട് ആരാണ് എടുത്തത്, എന്താണ് അതിന്റെ മൂല്യത്തിന്റെ വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്തൊരു പ്രശ്നമില്ല. ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ശ്രീ കെ എം മാണിയുടെ ഭാഗത്തു നിന്നോ മൂല്യത്തിനോ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങൾക്കോ വിരുദ്ധമായ ഒരു സമീപനവും ഉണ്ടായിട്ടില്ലെന്നും അത്തരം സമീപനങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും ഒരു നേരിയ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് ഇടതുമുന്നണി നടത്തുന്നത് എന്നും ഞങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള യുക്തിസഹമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അതിനുള്ള യുക്തിസഹമായ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇപ്പൊ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രീ സുരേഷ് ബാബു, താങ്കളെപ്പോലുള്ളവർ പറയുന്നത് എത്ര സമരം ജയിച്ചു, എത്ര സമരം നടത്തി പിന്നോട്ട് പോയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അവിടെ ബാക്കി ഉള്ള കാര്യങ്ങൾ, ഇവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി യുക്തിസഹമായി ആ ചോദ്യത്തിനോടൊപ്പം കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അതിനെ മുഴുവൻ പറയാൻ ഇപ്പൊ നിവൃത്തിയില്ല. കാരണം അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഡിഫൻസ് ഇപ്പൊ തന്നെ ഞാൻ ചാനൽ ചർച്ചയിലൂടെ ഞങ്ങളുടെ ഡിഫൻസ് അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുന്നത് ഒരു കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനായി എനിക്ക് പ്രത്യേകിച്ചറിയാം. അത് യുക്തിസഹമല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കോടതിയിലൊക്കെ ഈ കേസുകളൊക്കെ അവസാനം നമ്മൾ പറഞ്ഞല്ലോ ശ്രീ സുരേഷ് ബാബു, കോടതിയിലൊക്കെ ഈ കേസുകൾ അവസാനം തീരുന്നില്ലെങ്കിൽ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തീരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യുക്തിസഹമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയാനുള്ള അവസരം ഇല്ലാതെ പോകും. ജനങ്ങൾ അവർ യുക്തിസഹമായ തീരുമാനം എടുക്കും. അതെ, ജനവിധിയെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും മാനിക്കുകയാണ്. ഏത് തരത്തിലുള്ള ജനവിധി ഉണ്ടായാലും അത് പൂർണ്ണാർത്ഥത്തിൽ മാനിക്കാനുള്ള മാനസികാവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പരാജയമാണ് ഈ 2014 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായത് എന്ന് പറയാൻ മടി കാണിക്കാത്ത ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ശ്രീ ആനത്തലവട്ടം, ഈ പറഞ്ഞ രീതിയിൽ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ കാര്യങ്ങളെ യുക്തിസഹമായി എത്ര നിരത്തിയാലും ജനവിധിയെ അംഗീകരിക്കാൻ തയ്യാറായ മനസ്സുമായി അവർ നിൽക്കുന്നു. കാര്യങ്ങൾ ഇത് തന്നെയാണോ നിങ്ങളും പ്രതീക്ഷിക്കുന്നത്? അവർ അങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല സുരേഷ് ബാബു, ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ സമരമൊക്കെ മതിയാക്കി നിട്ടിട്ട് പോയി എന്ന് പറയുന്നില്ല. ഇല്ല, ഞങ്ങളതാണ് തുടർ സമരം ജനുവരി 5 വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൻ്റെ അവസാനം കാണുന്നവരെ ഞങ്ങൾ ആ സമരരംഗത്ത് തന്നെ നിൽക്കും. ഞങ്ങൾ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ മതിയാക്കി പോവില്ല. നേരത്തെ സൂചിപ്പിക്കൊണ്ടായല്ലോ, രാജ്യത്ത് വലിയ വിപത്ത് വളർന്നു വരുന്നു. അതിനെതിരായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ച് നിൽക്കുകയാണ് വേണ്ടത് മതേതരത്വം സംരക്ഷിക്കാനെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി, 44 സീറ്റായി വീണുപോയി എന്ന് കരുതി ഇത്രയും വലിയ കിടപ്പ് കിടക്കാമോ? മഹാത്മാഗാന്ധിയല്ലേ, നമ്മുടെ രാഷ്ട്രപിതാവിനല്ലേ കൊന്ന കൊലയാളിയെ, നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രം പണിയല്ലേ മോഡിയുടെ ഗവൺമെൻറ്? എന്ത് ചെയ്യുന്നു? ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ AICC ഒക്കെ ആഫീസ് അടച്ചുപൂട്ടി പോയോ? ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധ പ്രസ്താവനകളും ഇറക്കണ്ടേ? ജനുവരി 30 ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ അന്ന് ക്ഷേത്രം പണി പൂർത്തിയാക്കുമെന്നാണ്. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായാലും നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആ കൊലയാളിയുടെ പേരിൽ ക്ഷേത്രം പണിയുന്നതിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഈ ഇടതുപക്ഷ മുന്നണി ഇന്ന് കൂടിയ യോഗത്തിലെ തീരുമാനമനുസരിച്ച് ഈ പരിവർത്തനം നടത്തുന്നതിനും ഇതേപോലുള്ള വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടുള്ള പ്രക്ഷോഭ സമരം നടത്താനും ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചു. നിങ്ങളുടെ UDF തീരുമാനിച്ചോ? തീർച്ചയായും തീരുമാനിച്ചു. ശ്രീ സുരേഷ് ബാബു, ആ ചോദ്യവും ജനങ്ങളുടെ മുമ്പാകെ വരും. നിങ്ങൾ ഇപ്പോൾ കൂടുന്നതൊക്കെ ശ്രീ VM സുധീരനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടി തീർക്കാനും മദ്യനയത്തിന്റെ പേരിൽ ആരെയൊക്കെ സമാധാനിപ്പിക്കാൻ പറ്റും, എന്ത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. കേരളത്തിൽ വാർഷികം ആഘോഷിക്കുന്ന പാർട്ടിയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ, പാർട്ടിയുടെ 130ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റിന് പോലും പങ്കെടുക്കാനുള്ള സമയം പോലും ഇല്ല. ഇങ്ങനെ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നുമില്ലല്ലോ. ആരാ പങ്കെടുക്കാതിരിക്കുന്നത്? ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്നൊരു വാർത്ത കണ്ടു. എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. എന്റെ ശ്രദ്ധയിൽ അത് വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ഇതിപ്പോ പരിപാടികളൊക്കെ
പാർട്ടി നടത്തുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് എല്ലാവരും പങ്കെടുത്തുകൊള്ളണമെന്നും എല്ലാവരും ഓരോരോ സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കൊണ്ടായിരിക്കാം. എനിക്കതിനെ കുറിച്ച് അറിയില്ല, ഞാൻ അതിനെ കുറിച്ച് അത് പ്രതികരിക്കുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ എന്താണ്, ഞങ്ങൾ ഇങ്ങനെ ഒരു വീണ് കിടക്കുന്നത് ഒരു ഗോഡ്സേക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയുന്നപ്പോ അതിന് കൊടുവാളെടുത്ത് ഈ സമീപനം എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് ഞങ്ങൾ പറയും. ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ഭാരതീയ ജനസമൂഹത്തിന്റെ മുന്നിൽ ഒരിക്കൽ പോലും ആദരണീയനായ ഒരു വ്യക്തിയല്ല, ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പേരിൽ ക്ഷേത്രം പണിയുന്നു എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു സാമാന്യ ബുദ്ധി നിലച്ചുപോയ ഒരു ചില ആളുകൾ. തീർച്ചയായിട്ടും ശ്രീ സുരേഷ് ബാബു ആ കാര്യത്തിൽ സുരേഷ് ബാബു അതിനെതിരായിട്ടൊരു പ്രസ്താവനയെങ്കിലും AICCയുടെയോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുടെയോ വന്നില്ല എന്നാണ് ആനന്ദൻ ചൂണ്ടിക്കാട്ടിയത്. അതൊരു വസ്തുതയല്ലേ? നിങ്ങളെന്തിനാ ഇങ്ങനെ ഈ വാത്മീയത്തിൽ ഒളിച്ചിരിക്കുന്നത്? നിങ്ങൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് BJP ഇന്ന് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു മുന്നേറ്റം നടത്തിയതെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഈ കോൺഗ്രസ് ശ്രീ സുരേഷ് ബാബു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ CPM-നെ പോലെയുള്ള അല്ല ഇടതുപക്ഷത്തെ പോലെയുള്ളവരൊക്കെ നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ദുർബലപ്പെട്ടു പോകുമെന്നും വർഗീയ പാർട്ടികൾ വരുമെന്നും പറയുന്നതാണോ ശരി? നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണ്ടേ? അല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്ഷേത്രം പണിയുന്നത് ഇത് ആൾദൈവങ്ങളുള്ള രാജ്യത്ത് അവരുടെ പേരിൽ പോലും ക്ഷേത്രങ്ങൾ പണിയാതിരിക്കുന്നിടത്ത് ഒരു കൊല്ലാളിയുടെ പേരിൽ ആരെങ്കിലും ഒരു ക്ഷേത്രം പണിയുന്നതൊക്കെ പറഞ്ഞാൽ അതൊരു ഗൗരവത്തിൽ എടുക്കേണ്ടുന്ന ഒരു വിഷയമാണോ? ശ്രീ സുരേഷ് ബാബു ഈ കാര്യം ഇത് ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. CPM-നെ പോലുള്ളവർ നടത്തുന്ന ഇടതുപക്ഷത്തെ പോലുള്ളവർ പറയുന്ന സമരങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗൗരവത്തിൽ എടുക്കേണ്ടിടത്ത് എടുത്തോളാം. എല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയാമെന്ന് പറഞ്ഞാൽ ഏത് ജനങ്ങൾ, എവിടെ ഇരിക്കുന്ന ജനങ്ങൾ, അവരോട് ഏത് മാധ്യമത്തിലൂടെ എങ്ങനെയാണ് നിങ്ങൾ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ? അല്ല, CPM-നോട് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുണ്ട്, CPM വഴിതെറ്റി പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ക്ഷീണമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം CPM ഒരിക്കൽ പോലും രാജ്യത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് തൂത്തെറിയപ്പെടേണ്ട ഒരു പാർട്ടിയല്ല. ആ പാർട്ടിക്ക് ചില ജനസമൂഹത്തിനോട് പ്രതിബദ്ധതയുണ്ട്. പക്ഷെ അവര് ഇപ്പോൾ നയിക്കപ്പെടുന്നത് തെറ്റായ വഴിയിലൂടെയാണ് എന്ന പരിഭവമാണ്, പരാതിയല്ല. സുരേഷ് ചോദിച്ചോട്ടെ, നേരായ വഴിയിലൂടെ നയിക്കപ്പെട്ടിട്ടാണോ കോൺഗ്രസ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്? CPM-നോടോ? അല്ല, നേരായ വഴിയിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടാണോ കോൺഗ്രസ് ഇന്നത്തെ അവസ്ഥയിലെത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നലെ വരെ ഇല്ലാത്ത വിധമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരാജയം നേരിട്ട ഒരു പാർട്ടിയാണ്. ആ ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കോൺഗ്രസ് ഈ ജനവിധി മറികടക്കാനും BJP ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളിയെ മറികടക്കാനുമുള്ള ശക്തി സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരും. അതിന് സഹായകരമായ നിലപാട് കിട്ടേണ്ടുന്ന ഭാഗങ്ങളിൽ നിന്ന് ലഭ്യമാകും. തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതിയുണ്ട്. ശ്രീ ആനന്ദലവട്ടം ആനന്ദൻ, നിങ്ങൾ സഹായിക്കുക, അവർ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും, അവരെ സപ്പോർട്ട് ചെയ്യാൻ. അല്ല സുരേഷ് ബാബു, ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ഈ ഗോഡ്സെയുടെ പേരിൽ ക്ഷേത്രം പണിയുന്ന ഒരു വലിയ കാര്യമല്ലെന്നാണ്. മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ പേരിൽ ഒരു ക്ഷേത്രം പണിതിട്ട് അദ്ദേഹമാണ് ദേശീയ നേതാവ്, മഹാത്മാഗാന്ധി അല്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലേ? അല്ലെന്നല്ലേ മിസ്റ്റർ സുരേഷ് ബാബു പറയുന്നത്? അതെന്തിനാണ് വലിയ കാര്യമായിട്ട് എടുക്കുന്നതല്ലേ? എന്തായാലും അതിന് മറുപടിയിലേക്ക് പോകാൻ നമുക്ക് തൽക്കാലം സമയമില്ല. ഇടതുമുന്നണി എന്തായാലും സമര പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, അതുമായി വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുന്നു. അതിന് ഇപ്പൊ പറഞ്ഞ പ്രതികരണങ്ങളിലൂടെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇടപെടാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ചർച്ചയിൽ കണ്ടത് തന്നെ ആയിരിക്കുമോ? അതാണ് വരും ദിവസങ്ങളിലും കാണേണ്ടത്. ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനത്തലവട്ടം, ശ്രീ SR ശക്തിധരൻ, ശ്രീ PM സുരേഷ് ബാബു, വളരെ നന്ദി. ന്യൂസ് മറ്റൊരു ചെറിയ ചർച്ചയിലേക്ക് കൂടി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിലേക്ക് SFIയുടെ പ്രതിഷേധിച്ച് SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സിൻഡിക്കേറ്റ് ഉപസമിതിയുമായുള്ള ചർച്ചയിൽ നിന്നും ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പിന്മാറി. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, ഒപ്പം തന്നെ പുരുഷൻ കടലുണ്ടി MLA-യും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, എന്താണ് ഇന്നിപ്പോൾ സെനറ്റ് യോഗത്തിൽ സംഭവിച്ചത്? അതിനുശേഷം VCയുടേതായ ഒരു പ്രതികരണം കൂടി കണ്ടു. ഇനി ഒരു ചർച്ചയും നടക്കാൻ പോകുന്നില്ല, ആരും ചർച്ചയ്ക്കും വിളിക്കാൻ പോകുന്നില്ല എന്ന്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് തീരുന്നില്ല?
ഈ ഒരു തിരുത്തിയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറല്ല, സെനറ്റ് മെമ്പറാണ് ഞാനിപ്പോൾ ഉള്ളത്. പറഞ്ഞോളൂ ഡോക്ടർ സൈനുൽ ആബിദ്. കഴിഞ്ഞ ടേമിലായിരുന്നു ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ, ഇപ്പൊ സെനറ്റ് മെമ്പറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ സെനറ്റിലെ പ്രശ്നം എന്തുകൊണ്ടാണ് തീരാത്തത്? ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം തീരാത്തത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരം. അപ്പൊ ഈ സമരം യാതൊരു കാരണവശാലും അവസാനിക്കരുത്, ഇതിങ്ങനെ നിരന്തരം തുടരണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാണ് ഇത് തീരണ്ടെന്നുള്ള താല്പര്യം? SFIക്കാണോ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അക്കാദമികമായ താല്പര്യങ്ങളോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യശസ് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളോ അല്ല ഇവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ ഇടതുപക്ഷത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് മെമ്പറായ വിശ്വനാഥൻ, അതുപോലെ തന്നെ പ്രൊഫസർ മുരുകൻ ബാബു അടക്കമുള്ള ആളുകളുടെ ഒരു ഫോർമുലയായിരുന്നു ഈ സമരം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വെച്ചിരുന്നത്. ആ തീരുമാനത്തെ സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേന അംഗീകരിച്ചതാണ്. ഈ വിദ്യാർത്ഥി പ്രതിനിധികളോട് നേരത്തെ യൂണിവേഴ്സിറ്റി നൽകിയിരുന്ന എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയിട്ടുണ്ടോ ഇതിനകം? അതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ സമരം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കലുഷിതമായി നിലനിർത്തുന്നതിൽ പിന്നിലുള്ള അക്കാദമികമല്ലാത്ത താല്പര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഈ സമരം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസം അടുക്കാറായി. ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ഇതിൽ ഇടപെട്ടു. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിലേക്ക് അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അവരുടെ ഫീസ് വാങ്ങിക്കൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവരെ പഠിപ്പിക്കുന്നു. അവരുടെ എല്ലാ പരീക്ഷകളും എല്ലാ സംവിധാനങ്ങളും യൂണിവേഴ്സിറ്റി നടത്തുന്നു. ആ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിലേക്ക് പ്രവേശനം പാടില്ല എന്നുള്ള ഒരു തരം ഫാഷിസ്റ്റ് സമീപനം. ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, പക്ഷേ ഈ ചർച്ച മുൻപ് സമരം വന്നപ്പോൾ ആ തുടങ്ങിയ കാലഘട്ടത്തിലും വന്നതാണ്. അന്ന് വലിയ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായി. ഈ ഹോസ്റ്റൽ പ്രശ്നം വളരെ രൂക്ഷമായി വന്നതാണ്. അതിനകത്താണ് ആ കുട്ടികൾക്ക് ഒരു വാഗ്ദാനം അന്ന് നൽകിയത്. അവരുടെ ആവശ്യപ്രകാരം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായത്. അത് നിറവേറ്റിയോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഹലോ, അത് നിറവേറ്റിയോ? അവരോട് കൊടുത്ത ആ വാഗ്ദാനം നിറവേറ്റിയോ? അല്ല, അതാണ് പറയുന്നത്. ഇവിടെ ഈ സമരം ചെയ്ത ആളുകൾ 2 ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതുപോലെ തന്നെ സമരത്തെ എതിർത്തിരുന്ന മറുപക്ഷം പറഞ്ഞിരുന്നു അതായിരുന്നു. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ പ്രവേശനം നൽകാൻ പാടില്ല. അപ്പൊ ഇവര് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് സബ് കമ്മിറ്റി പഠിക്കുകയും ഗസ്റ്റ് ഹൗസിന്റെ അനക്സിൽ താമസം കൊടുക്കുകയും ഭക്ഷണം സ്വന്തം നിലയിൽ കണ്ടെത്താൻ അത് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിന്റെ അനക്സിൽ പ്രവേശനം നൽകി. മാത്രമല്ല, ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൾറെഡി ഹോസ്റ്റലിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓൾറെഡി ഹോസ്റ്റലിനകത്തേക്ക് പ്രവേശിക്കും. തിരിച്ചെത്താൻ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട ശ്രീ പുരുഷൻ കടലിന്റെ കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ പുരുഷൻ കടലുണ്ടി, എന്തായാലും ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ഏർപ്പാടാക്കിയ ആളുകളിൽ തീരുമാനിക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് താങ്കൾ. പക്ഷേ ഇന്നിപ്പോൾ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് അവിടെ സംഘർഷമുണ്ടായി. ആരോപിക്കപ്പെടുന്നത് ഇത് നേരത്തെ തീരുമാനിച്ചതാണ്, ഇങ്ങനെ അവിടെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സംഘർഷമാണ്. ചർച്ച നടന്നില്ല, കാര്യങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. ഒരിക്കലും ശരിയല്ല. സെനറ്റ് യോഗം നടന്ന് സെനറ്റ് യോഗത്തിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും സിൻഡിക്കേറ്റ് എന്നുള്ള രൂപത്തിൽ എത്തുകയാണെങ്കിൽ അക്കാദമിക് സ്ഥാപിക്കാനാണ് നടക്കുന്നത്. ഇവിടെ ഇവർ ആരോപിക്കുന്ന ഒന്നും ശരിയല്ല. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക, ഹോസ്റ്റൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക, ഈ മുദ്രാവാക്യമാണ് അവർക്കുള്ളത്. DSC ക്യാമ്പസിലെ വിദ്യാർത്ഥികള് 76 ദിവസമായിട്ടും ഇതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു എന്നാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ തീരുമാനം ഉണ്ടായിട്ടും അതിൽ തീരുമാനമായിട്ട് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടും തീരുമാനം അവസാനം പൊളിഞ്ഞത് എന്തുകൊണ്ട് എന്ന് പറയണം ഇപ്പോൾ സംസാരിച്ച ആള്. സെനറ്റ് യോഗം നടന്നത് സെനറ്റിൽ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു പ്രമേയമാണ് നമ്മൾ കൊണ്ടുവന്നത്. ആ പ്രമേയം ഒത്തുതീർപ്പിന് ഈ പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞ ഈ ഒത്തുതീർപ്പാക്കാതിരിക്കാൻ എന്ത് എന്നാണ് നമ്മളെ VC ഫസ്റ്റ് തന്നെ പറഞ്ഞത്. അത് തന്നെ ഇത് ആർക്കാണ് ഇത് നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവാണ്. പിന്നെ ഇത് VCയും രജിസ്ട്രാറും ബഹുമാനപ്പെട്ട MLA പ്രതാപനും ഞാനും സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും സർവകലാശാല വിദ്യാർത്ഥി നേതാക്കളെ കൂടി ചർച്ചയ്ക്ക് വരുത്തി നമുക്ക് ഒരു 3 മണിക്ക് നിശ്ചയിച്ചതാണ്. അപ്പൊ ഓരോ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുമായിട്ടും സംസാരിക്കാൻ ചുമതലപ്പെടുത്തി അതിന് തയ്യാറായതാണ്. അപ്പൊ 3 മണിക്ക് VCയുടെ
ആഭിമുഖ്യത്തിൽ ചർച്ച തീരുമാനിച്ചത് 2:30 പോലീസിനെ വിളിച്ചു വരുത്തി ഇവരെ മർദ്ദിച്ച് വലിച്ചഴിച്ച് അറസ്റ്റ് ചെയ്യാ ചെയ്തത്. അപ്പൊ ആർക്കാണ് ഇത് ഇവിടെ നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ളത്? തീർച്ചയായും. ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, അവിടെ ഒരു അന്വേഷണം നിങ്ങളെപ്പോലുള്ളവർ നടത്തിയോ? അതായത് ഈ പറഞ്ഞതുപോലെ 3 മണിക്ക് യോഗം വച്ചിട്ട് 2:45 അവരെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് പോലീസുകാർ കൊണ്ടുപോകുന്നു. ആ രീതിയിലേക്ക് ചർച്ച നടക്കാതിരിക്കാൻ ആർക്കാണ് താല്പര്യം? മുഖ്യമന്ത്രി വരെ ഇടപെട്ട് ഉണ്ടാക്കിയ ഒരു ഏർപ്പാടിൽ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ വിദ്യാർത്ഥി നേതാക്കളുമായി സംസാരിച്ചു. ഹലോ, എന്നോടാണോ? ശ്രീ പുരുഷൻ കടലുണ്ടി, താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ സൈനുൽ ആബിദ്, താങ്കളോടാണ്. ഓക്കെ. ഇന്ന് സെനറ്റ് യോഗത്തിനിടയിൽ ആദ്യം തന്നെ ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരികയും അങ്ങനെ 12:50 ആ പ്രമേയം ചർച്ച ചെയ്യുകയും ചെയ്തു. 12:50 ആ പ്രമേയം ചർച്ചക്കെടുത്തത്. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മുൻ MLA ശശികുമാർ അടക്കമുള്ള ആളുകൾ അവരെ പ്രമേയം അവതരിപ്പിക്കുകയും 3 മണിക്ക് നമ്മൾ ഈ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് മനസ്സിലാവര് ഗസ്റ്റ് ഹൗസിന്റെ വാതിൽ പൊളിച്ച് അകത്തേക്ക് കയറുകയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ രജിസ്ട്രാറേയും എല്ലാം ബന്ദികളാക്കുകയും അങ്ങനെ വാതിൽ പൊളിച്ച് അകത്ത് കയറുകയും ചെയ്തു. ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, ഈ പ്രശ്നം തീരണമെന്ന് ആവശ്യപ്പെട്ടു. ഡോക്ടർ സൈനുൽ ആബിദ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാമെങ്കിൽ ഈ പ്രശ്നം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികളാണ്. അവർ പ്രകോപിതരായി ഇങ്ങനെ സെനറ്റ് യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് കയറി ഒരു സംഘർഷം ചർച്ചയ്ക്ക് മുമ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതത്ര നിസ്സാരമായി കാണേണ്ടതല്ല. അതിനകത്ത് ആ ചർച്ച പൊളിക്കാനുള്ള ആരുടെയോ തീരുമാനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നമ്മൾ വിവേചിക്കുന്നത് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ എന്ന് പറയുന്ന പബ്ലിക് പ്രോപ്പർട്ടി ആ പൊതുസ്വത്തിന്റെ വാതിലടിച്ച് പൊളിക്കുകയും അതിനകത്ത് പ്രവേശിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഘട്ടത്തിൽ വൈസ് ചാൻസലറും അതുപോലെ തന്നെ രജിസ്ട്രാറും സെനറ്റ് മെമ്പർമാരെല്ലാം പുറത്തു വന്നു. വൈസ് ചാൻസലർ, രജിസ്ട്രാർ അടക്കമുള്ള ആളുകൾ ബന്ദിയാക്കുന്നു. ഈ ഘട്ട ജനാധിപത്യപരമായ രീതിയിൽ വൈസ് ചാൻസലർക്ക് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. പോലീസിനെ കൊണ്ടുവന്ന് സമരക്കാരെ നീക്കി എന്നല്ലാതെ അനുഷ്ഠാനങ്ങൾ ആ രീതിയിലാവുന്നില്ല. ഇവിടെ വിഷയം പക്ഷേ ചർച്ച പോയല്ലോ, ചർച്ച പൊളിഞ്ഞല്ലോ, അതാണ് പ്രശ്നം. ഇത് ഞാൻ പറയുന്നത് ഈ ചർച്ച നടക്കരുത് എന്നും ചർച്ച പൊളിയണമെന്നും സമരം അനിശ്ചിതം തുടരണമെന്നും അത് പഞ്ചായത്ത് ഇലക്ഷനിലോട്ട് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയമായ ഒരു തരം മാനിപ്പുലേഷന്റെ ഭാഗമായിട്ടാണ് ശ്രീ പുരുഷൻ കടലുണ്ടി. അതായത് ഈ ചർച്ച പൊളിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ വരെ എത്തിക്കണം എന്നുള്ളിടത്തേക്കാണ് സെനറ്റ് അംഗം ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട ഗൂഢാലോചകരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഒരിക്കലുമല്ല. ഇത് ഭരണകക്ഷിയിലെ ഒരു വിഭാഗം ചർച്ചയിൽ സമവായം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് അട്ടിമറിച്ചതാണ്. മുദ്രാവാക്യം വിളിച്ചിരുന്ന കുട്ടികളെ ഞങ്ങൾ ഓരോ പക്ഷക്കാരും അതായത് നേതാക്കളുമായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും സഖാവ് കോടിയേരിയുടെ നേതൃത്വത്തിലും നടന്ന ചർച്ചകളുടെ വെളിച്ചത്തിൽ ഒരു സമവായം ഉണ്ടാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആ അവസരത്തിലാണ് കുട്ടികൾ എങ്ങനെ മുദ്രാവാക്യം, അത് കുട്ടികൾ അതിനുള്ളിൽ കയറിയിട്ടില്ല. അവിടെ പോലീസ് ബന്ദോബസ്തും അതുപോലെ തന്നെ മറ്റേ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഭരണകക്ഷിയിലെ ഒരു വിഭാഗം ഈ സമവായത്തിനെതിരാണ്. അതിന് രഹസ്യമായി ഈ കാര്യങ്ങൾ ചർച്ച നടക്കുന്നു എന്ന് ഇത് തീരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉദ്ദേശം നടക്കില്ല. എന്താ ഉദ്ദേശം? അവിടെ എസ്എഫ്ഐക്കുള്ള കരുത്ത് ഇല്ലാതാക്കണം. അതിന് അവിടെ എന്താണ് കായിക വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അലോസരം ഉണ്ടാക്കാൻ അവർ തന്നെയാണ് ശ്രമിച്ചത്. അതെ, ശ്രീ പുരുഷൻ കടലുണ്ടി, അത് എന്തിനു വേണ്ടിയാണെന്നുള്ള കോടിയിലധികം വരുന്ന പണം അവിടെ ഉണ്ട്. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാം, ഹോസ്റ്റൽ ഉണ്ടാക്കാം. ഇത് ഒരു പ്രശ്നപരിഹാരമല്ല, പ്രശ്നം ദുരൂഹമാക്കി അടിസ്ഥാനരഹിതമായ സൗകര്യമൊന്നും ഇല്ലാതെയാക്കി കുട്ടികളെ ഇങ്ങനെ ഈ സമരത്തിലേക്ക് വലിച്ചൊഴുക്കുകയാണ് വീണ്ടും. 76 ദിവസമായില്ലേ? ശ്രീ പുരുഷൻ കടലുണ്ടി, ഒരു വാചകം മുറിഞ്ഞുപോയി, അത് കേട്ടില്ല. അതായത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് താങ്കൾ പറഞ്ഞു. അതെന്തായിരുന്നു? അവിടെ എസ്എഫ്ഐക്കുള്ള വളർച്ച ഇല്ലാതാക്കണം. അവിടെ എസ്എഫ്ഐക്ക് ഇപ്പൊ ഇവിടെ മേൽക്കൈയുണ്ട്. അത് തകർക്കാൻ ഇവർക്ക് എന്താ അറിയോ, ഇവിടെ ഈ കായിക വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അനധികൃതമായി സമവായം ഡോക്ടർ സൈനുൽ ആബിദ്, അവസാനമായി, അതായത് ഈ പറഞ്ഞൊരു പ്രശ്നത്തിന് അല്പ യുക്തിയുണ്ട്. അവിടെ വേണമെങ്കിൽ ഈ സമരം തീരാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ വിദ്യാർത്ഥികൾ തമ്മിൽ അടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുണ്ടാക്കാനാണോ ഈ സമരം പൊളിക്കാൻ ശ്രമിച്ചവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക?
അതെ അതെ അതാണ് എന്റെ ഉദ്ദേശം. ഡോക്ടർ സെയ്നുൽ ആബിദ് താങ്കളോട്. അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട MLA പുരുഷൻ കടലുണ്ടി അദ്ദേഹം വസ്തുതകളെ സമഗ്രമായി സമീപിക്കുന്നില്ല. ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിലെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾ അതിന്റെ മൗലികമായ പ്രശ്നങ്ങളിലേക്ക് കടക്കണം. വനിതാ ഹോസ്റ്റലിൽ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർ വനിതാ ഹോസ്റ്റൽ അഡ്മിഷൻ ഉണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷനോ മറ്റോ സ്വാശ്രയ വിദ്യാഭ്യാസം പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റലിൽ അഡ്മിഷൻ ആവാം, എന്നാൽ ആൺകുട്ടികൾക്ക് പാടില്ല. അവർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കില്ല. അവരെ ഇതിലേക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു ഫാസിസ്റ്റ് സമീപനമാണ്, ഇതിലെന്ത് ജനാധിപത്യമാണുള്ളത്? എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്, ദയവായി ക്ഷമിക്കുക ഡോക്ടർ സെയ്നുൽ ആബിദ്. ഒപ്പം തന്നെ ശ്രീ പുരുഷൻ കടലുണ്ടി. നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുഖ്യമന്ത്രി വരെ ഉണ്ടാക്കിയ താൽക്കാലികമായ ആ ഒരു സമാധാനം ഇന്ന് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ ചർച്ചയാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പുരുഷൻ കടലുണ്ടി, ഡോക്ടർ സെയ്നുൽ ആബിദ് കോട്ട, നന്ദി.